10th സ്റ്റാൻഡേർഡിന്റെ ഇംഗ്ലീഷിൽ ഫസ്റ്റ് യൂണിറ്റിലെ തേർഡ് ചാപ്റ്റർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിലെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് ആണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് സെക്ഷനിൽ ചോദിക്കാം. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സബ്ജക്റ്റിന്റെ സപ്പോർട്ട് വേണമെങ്കിൽ അതും കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ. കമന്റ് സെക്ഷനിൽ വരുന്ന കമന്റ്സ് ഒക്കെ ഞാൻ നോക്കുന്നുണ്ട്, അതിനനുസരിച്ച് നമ്മുടെ വീഡിയോസ് മാറ്റാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആക്ടിവിറ്റി 1. Did you notice a mismatch between the image and the caption? റെക്കോർഡ് യു ഒബ്സർവേഷൻ ബിലോ. അപ്പൊ നോക്കിയേ, വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ എന്നാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം നടന്നു പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഡേ ആയിട്ട് തോന്നുന്നുണ്ടോ, അതോ അദ്ദേഹം ഭയങ്കര ബുദ്ധിമുട്ടിയിട്ട് നടന്നു പോകുന്ന പോലെ, ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടോ? അപ്പൊ മിസ്മാച്ച് ഇല്ലേ? അവിടെ ഉണ്ട്, അവിടെ ഒരു ചേർച്ചയില്ല. യെസ്, ദർ ഇസ് എ മിസ്മാച്ച്. ദ ഇമേജ് ഷോസ് എ മാൻ ഗെറ്റിംഗ് ബിലോ വെറ്റ് ഇൻ ഹെവി റെയിൻ ആൻഡ് സ്ട്രഗിളിംഗ് വിത്ത് an umbrella. But the caption says what a beautiful day. ആ ഒരു ഇമേജിൽ പറയുന്നത് എന്താണ്? ആ ഒരു മാൻ അവിടെ ഭയങ്കര വെറ്റായിട്ട് നനഞ്ഞിട്ടാണ്, ഹെവി റെയിനിലാണ്, കഠിനമായ മഴയിലേ നടന്നു പോകുന്നത്, ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്, സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ആ അംബർല വെച്ചിട്ട്. പക്ഷെ ക്യാപ്ഷനിൽ പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ ഡേ എന്നാണ്. സോ what is the idea conveyed in the line given below? And Brutus is an honorable man. താഴെ ഒരു ലൈൻ തന്നിട്ടുണ്ട്. ആൻഡ് ബ്രൂട്ടസ് ഈസ് എ ഹോണറബിൾ മാൻ നമ്മൾ പോയറ്റിൽ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു. ബ്രൂട്ടസ് ഒരു മഹത്തായ വ്യക്തിയാണ് കേട്ടോ എന്ന് പറഞ്ഞു. അതവിടെ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ? അല്ല, അതവിടെ രണ്ടർത്ഥത്തിൽ പറഞ്ഞതാണ്, കളിയാക്കി പറഞ്ഞതാണ്. ദ ഐഡിയ ഈസ് ദാറ്റ് ആന്റണി ഈസ് നോട്ട് ട്രൂലി പ്രൈസിങ് ബ്രൂട്ടസ്. അവിടെ ആന്റണി ബ്രൂട്ടസിനെ അവിടെ പ്രൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, പുകഴ്ത്തല്ല ചെയ്യുന്നത്. ബൈ റിപ്പീറ്റിംഗ് ദ ലൈൻ അഗെയിൻ ആൻഡ് അഗെയിൻ ഹി ഈസ് ആക്ച്വലി മോക്കിംഗ്. അവിടെ കളിയാക്കാണ്. മോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, കളിയാക്കാണ് ആക്ച്വലി. ബ്രൂട്ടസ് ആൻഡ് മേക്കിംഗ് ദ ക്രൗഡ് ഡൗട്ട് ബ്രൂട്ടസ് ഹോണർ. ബ്രൂട്ടസിന്റെ ഹോണറിനെ പറ്റിയിട്ട്, അദ്ദേഹത്തിന്റെ ആ ഒരു മഹത്വത്തിനെ പറ്റിയിട്ട് അവിടെ ഡൗട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ആൾക്കാരിൽ കേട്ടോ. ഇനി വേർബൽ അയോണി. അപ്പൊ ഇങ്ങനെ ഈ പരിഹാസമായിട്ട് പറയുന്നതിന് നമ്മൾ എന്താ പറയാ? അയോണി എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ യൂസ് ഓഫ് വേർഡ്സ് ടു മീൻ സംതിങ് ഡിഫറെന്റ് ഫ്രം വാട്ട് ഈസ് സെഡ്, യൂഷ്വലി ഇത് ഓപ്പോസിറ്റ്. നമ്മൾ പറയുന്ന കാര്യത്തിന് എതിരായിട്ട് നമ്മൾ പറയാണ്, മീൻസ് പറയുന്ന കാര്യമല്ല, പക്ഷെ എതിരായിട്ടുള്ള മീനിങ് ആണ് അവിടെ എടുക്കുക. അതിനെ പറയുന്നതാണ് എന്ത്? വെർബൽ അയോണി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളെ പരിഹസിച്ച് കളിയാക്കി ചോദിക്കുന്നതിനെ നമ്മൾ വെർബൽ അയോണി എന്നാണ് പറയുക. കറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ല, നേരെ ഓപ്പോസിറ്റ് ഉള്ള കാര്യമായിരിക്കും അവിടെ തിങ്ക് ചെയ്യുക. ഞാനൊരു വെരി എക്സാമ്പിൾ പറഞ്ഞു കഴിയാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്നോട് വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, തീരെ വിശപ്പില്ല അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സിറ്റുവേഷനെ പറയുന്നത് വെർബൽ അയോണി. ആ ചോദിക്കുന്ന ആളെ ക്യാരക്ടർലെസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊന്നും ഒരാളോട് ചോദിക്കാൻ പാടില്ല ശരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് കേട്ടോ. Apart from verbal irony, there are many other devices in the speech which enhance its appeal. Pick out instance of the following from the speech. How do they enhance the effect of the speech? You may also write example of your own. അപ്പം നമുക്ക് ആ സ്പീച്ചിൽ ഇത് മാത്രമല്ല, ഈ ഒരു അയോണി മാത്രമല്ല, റിപ്പീറ്റേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഏതൊക്കെയാണ്, അത് എന്തൊക്കെ മീനിങ്സ് ആണ് തരുന്നത് എന്നുള്ളത് നമുക്ക് ആ ബോക്സിൽ നോക്കാം. ഫസ്റ്റ് വൺ, റിപ്പീറ്റേഷൻ. റിപ്പീറ്റേഷൻ ഉണ്ടല്ലോ, ഉണ്ട്, ഒരുപാട് വട്ടം പറയുന്നുണ്ട് ബ്രൂട്ടസ് ഈസ് എൻ ഹോണറബിൾ മാൻ, ബ്രൂട്ടസ് ഈസ് എൻ ഹോണറബിൾ മാൻ എന്ന്. അപ്പൊ അതൊരു റിപ്പീറ്റേഷൻ ആണ്. ആ റിപ്പീറ്റേഷൻ വെച്ചാൽ എന്താ? റിപ്പീറ്റിംഗ് വേർഡ്സ് ഓർ ഫ്രേസസ്, എന്തെങ്കിലും വേർഡ്സോ ഫ്രേസസോ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി അതിന്റെ ആ ടെക്സ്റ്റിന്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ലൈൻ ഏതാണ്? ബ്രൂട്ടസ് ഈസ് എൻ ഹോണറബിൾ മാൻ. ഫംഗ്ഷൻ എന്താണ്? ടു എംഫസൈസ് ഐഡിയ. അവിടെ പറയുന്ന ആ ഐഡിയ ഒന്നും കൂടി ഒന്ന് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. യുവർ എക്സാമ്പിൾ ഓർ ക്രിയേഷൻ. ഇപ്പൊ നിങ്ങളുടെ ഒരു എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്മൈൽ, സ്മൈൽ അറ്റ് ദ ലിറ്റിൽ തിങ്സ്. അപ്പൊ കണ്ട, സ്മൈൽ സ്മൈൽ എന്ന് പറഞ്ഞിട്ട് ആ രണ്ടാം റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഇനി മെറ്റഫോർ. മെറ്റഫോർ എന്ന് വെച്ചാൽ എന്താ? കമ്പാരിസൺ ഓഫ് ടു അൺറിലേറ്റഡ് തിങ്സ്. രണ്ട് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യുക. അത് നമ്മുടെ ടെക്സ്റ്റിലുള്ള ലൈൻ ഏതാ? മൈ ഹാർട്ട് ഈസ് ഇൻ ദ കോഫിൻ ദ വിത്ത് സീസർ. സീസറിന്റെ അടുത്താണ് എൻ്റെ ഹാർട്ട് എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി മരിച്ചു കിടക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മുടെ ഹൃദയം കൊണ്ടുവയ്ക്കാൻ പറ്റില്ല, പക്ഷെ അവിടെ ഒരു മീനിങ് ഉണ്ട്, അവിടെ ഒരു കമ്പാരിസൺ വരുന്നുണ്ട്. ഇനി ഫംഗ്ഷൻ, ടു ഷോ ഡീപ് സോറോ ആൻഡ് ഇമോഷൻ. അവിടെ അദ്ദേഹം അനുഭവിക്കുന്ന വേദനയും ഇമോഷനും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ലൈൻ. നിങ്ങളൊരു എക്സാമ്പിളോ? ദ ക്ലൗഡ് ഈസ് എ കോട്ടൺ ക്യാൻഡി. ക്ലൗഡ് എന്ന് പറയുന്നത് ഒരു കോട്ടൺ ക്യാൻഡി പോലെയാണ്. കോട്ടൺ ക്യാൻഡി എന്ന് പറഞ്ഞാൽ എന്താ? പഞ്ഞി മിഠായി കേട്ടോ. നെക്സ്റ്റ് വൺ, അലിട്രേഷൻ. അതിന്റെ ഡെഫിനിഷൻ എന്താ? റിപ്പീറ്റേഷൻ ഓഫ് ദ സെയിം സൗണ്ട് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ കോൺസിക്യൂട്ടീവ് വേർഡ്സ്. സെയിം സൗണ്ട് അവിടെ റിപ്പീറ്റ് ആയോണ്ടിരിക്കുക, അതിനാണ് പറയുന്നത് കേട്ടോ. ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ. അപ്പൊ ഇവിടെ ഫ്രണ്ട്സ്, റോമൻസ് എന്ന് പറയുമ്പോൾ അവിടെ എസ് എസ് എന്നുള്ള ആ ഒരു ഉച്ചാരണം, ഒരു പ്രൊനൗൺസിയേഷൻ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഇതെന്തിനു വേണ്ടിയിട്ടാ? ടു ക്രിയേറ്റ് റിതമിക് ആൻഡ് ഫോക്കസ്. അപ്പൊ അവിടെ ഒരു റിതം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഒരു താളമൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, അങ്ങനെ കേൾക്കുമ്പോൾ ആൾക്കാർ അതിൽ ഫോക്കസ്ഡ് ആവും. ഇനി നിങ്ങളുടെ എക്സാമ്പിൾ നോക്കിയേ, പീറ്റർ പിക്ഡ് എ പിങ്ക് പെറ്റൽ. കണ്ട, എല്ലാം അവിടെ പി പ്രൊനൗൺസിയേഷനാണ് വരുന്നത്. അപ്പൊ അവിടെ നമുക്ക് വായിക്കുമ്പോഴായാലും കേൾക്കുമ്പോഴായാലും ഒരു സുഖമുണ്ട്. നെക്സ്റ്റ് വൺ, അയോണി ആണ് കേട്ടോ. ദ യൂസ് ഓഫ് വേർഡ്സ് ടു എക്സ്പ്രസ് സംതിങ് അതർ ദാൻ ദർ ലിറ്ററൽ മീനിങ്, യൂഷ്വലി ദ ഓപ്പോസിറ്റ്. നമ്മളിപ്പോൾ പറഞ്ഞ അയോണി, ആ
ഓപ്പോസിറ്റ് മീനിങ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സെന്റൻസോ വേർഡ്സോ പറയാം. ബ്രൂട്ടസ് ഈസ് ആൻ ഹോണറബിൾ മാൻ. ബ്രൂട്ടസ് ഒരു മഹത്തായ വ്യക്തിയാന്ന് പറയുന്നുണ്ട്. ടു ഷോ ഹിഡൻ മീനിങ് സർക്കസ്. അപ്പൊ അവിടെ ഉപയോഗിക്കുന്നത് ഒരു നമ്മൾ പറഞ്ഞ സർക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഒരു പരിഹാസമാണ് ഉദ്ദേശിക്കുന്നത്. എന്തോ ഹിഡൻ ആയിട്ട് എന്തോ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ. ഹൗ ലക്കി ആം ഐ ഗെറ്റ് മോർ ഹോംവർക്ക്. എത്ര ഭാഗ്യവാനായിരിക്കും ഇനിയും കുറെ ഹോംവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നമ്മൾ പറയണ കുറെ ഹോംവർക്ക് തന്നോ, ഭയങ്കര ഭാഗ്യം എനിക്ക്. അപ്പൊ നമ്മൾ എന്താ, അത് ഭാഗ്യമായിട്ടാണോ പറയണത്? അല്ല, അവിടെ ഒരു ഹിഡൻ മീനിങ്, അവിടെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. ഹൈപ്പർബോൾ, എക്സാഗറേഷൻ. മൈ ഹാർട്ട് ഈസ് ഇൻ ദ കോഫിൻ ദ വിത്ത് സീസർ. ടു ഷോ സ്ട്രോങ് ഇമോഷൻ. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ് പറയാണ്. നമ്മുടെ ഡീപ്ലി നമ്മുടെ ഹാർട്ടിൽ കണക്ട് ആവുന്ന കുറച്ച് ഇമോഷൻസ്, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹൈപ്പർബോൾ യൂസ് ചെയ്യുന്നത്. ഐ ഹാവ് ടോൾഡ് യു എ മില്യൺ ടൈംസ്. ഞാനൊരു മില്യൺ ടൈംസ് പറഞ്ഞു. മില്യൺ ടൈം ഒരാൾ പറഞ്ഞിട്ടാണോ? അല്ല. ഇപ്പൊ അമ്മമാര് വീട്ടിൽ പറയാറുണ്ട്, നിന്നോട് ഞാനൊരു 100 വട്ടമായി പറയണു. 100 വട്ടം പറഞ്ഞിട്ടാണോ? അല്ല. പക്ഷെ അതൊരു എക്സാഗ്രേഷൻ ആണ്. അവരതൊരു എന്താ പറയാ, ഒരു അപ്രോക്സിമേറ്റ് കണക്കൊക്കെ പറയുന്ന പോലെ. ഇനി റിയോട്ടറിക്കൽ ക്വസ്റ്റ്യൻ. റിയോട്ടറിക്കൽ ക്വസ്റ്റ്യൻ എന്താണ്? എ ക്വസ്റ്റ്യൻ ദാറ്റ് ഡസ് നോട്ട് റിക്വയർ ആൻ ആൻസർ ആസ് ഇറ്റ് ഈസ് ഒബ്വിയസ്. ചില ക്വസ്റ്റ്യൻസിനെ നമുക്ക് ഉത്തരം വേണ്ട ആവശ്യമില്ല, കാരണം ആ ക്വസ്റ്റ്യനിൽ തന്നെ അതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ഇവിടെ തന്നിട്ടുണ്ട്, ഡിഡ് ദിസ് ഇൻ സീസർ സീംസ് എംബീഷ്യസ്. അപ്പൊ ഇവിടെ സീസർ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് അദ്ദേഹം ഒരു അതിമോഹിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പൊ അല്ല എന്നുള്ള ആൻസർ അതിൽ തന്നെ ഉണ്ട്, നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ടു എംഫസൈസ് എ പോയിന്റ്. അപ്പൊ അവിടെ എന്താ പറയാ, ഫോക്കസ് ചെയ്യുന്ന ഒരു പോയിന്റിലേക്കാണ്. അദ്ദേഹം ഒരു അതിമോഹിയല്ല എന്നൊരു പോയിന്റിലേക്ക്. ഇനി നിങ്ങൾക്ക് ഒരു നിങ്ങളുടേതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനോ മീനിങ്ങോ കൊടുക്കാം. ഡു യു വാണ്ട് ടു ബി ലേറ്റ് ഫോർ സ്കൂൾ. അപ്പോൾ ചോദിക്കുകയാണ്, നിനക്ക് എന്നും സ്കൂളിൽ ലേറ്റ് ആയിട്ട് പോകണം എന്ന് ആവശ്യമുണ്ടോ? അവിടെ എനിക്ക് ആവശ്യമുണ്ടെന്ന് ഒരാളും പറയില്ല. ആവശ്യമില്ല, ലേറ്റ് ആയിട്ട് ഞാൻ പോവില്ല എന്ന് തന്നെ വരിക. അപ്പൊ ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട് ആൻസർ. നെക്സ്റ്റ് ആക്ടിവിറ്റി, അനലൈസ് മാർക്ക് ആന്റണീസ് യൂസ് ഓഫ് rhetorical devices, technique an author or speaker used to convey meaning and to persuade others in his speech, and observe how these help him manipulate the crowd's emotion. Now prepare an appreciation of the speech. ഈ സ്പീച്ചിനെ പറ്റി ഒരു അപ്രിസിയേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നമുക്ക് ഒരുപാട് ഇതുപോലെ ആൾക്കാരെ പരിഹസിക്കുന്ന, ബ്രൂട്ടസിനെ പരിഹസിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും നമ്മൾ കണ്ടു. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ എഴുതാനായിട്ട് കേട്ടോ. Mark Antony's speech appearing in the play Julius Caesar by William Shakespeare is considered to be an ideal example of a powerful speech in which you transform the attitude of the audience. ഓഡിയൻസിന്റെ ആറ്റിറ്റ്യൂഡ് തന്നെ, അവരുടെ ആ ഒരു രീതികൾ, പ്രതികരിക്കുന്ന രീതികൾ വരെ മാറ്റുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ സ്പീച്ച് ഉണ്ടായത്. ആദ്യം സീസറിനെ ഒരു കൊലപാതകി എന്ന് ചിത്രീകരിച്ച് അതിൽ നിന്ന് അദ്ദേഹം നല്ലൊരാളെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ സ്പീച്ച് പോയിട്ടുണ്ട്. വില്യം ഷേക്സ്പിയർ എഴുതിയിട്ടാണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ജൂലിയസ് സീസർ എന്നാണ് ആ ഒരു പ്ലേയുടെ പേര്. മാർക്ക് ആന്റണി ഈസ് സീസേഴ്സ് ഫ്രണ്ട്. മാർക്ക് ആന്റണി ആരാണ്? സീസറിന്റെ ആ ഒരു കുന്നുകളഞ്ഞ ഒരു സീസറിന്റെ ഫ്രണ്ടാണ്. സീസർ ഈസ് അസാസിനേറ്റഡ് ബൈ ബ്രൂട്ടസ് ആൻഡ് സം അതർ കോൺസ്പിറേറ്റേഴ്സ്. ബ്രൂട്ടസും അവരുടെ സഹായികളും കൂടി കൊന്നുകളഞ്ഞതാണ്, വധിച്ചതാണ് സീസറിനെ. ഫസ്റ്റ്, ബ്രൂട്ടസ് മേക്സ് എ ബ്രീഫ് ബട്ട് എഫക്റ്റീവ് സ്പീച്ച് എക്സ്പ്ലെയിനിങ് ദ റീസൺ ഫോർ കില്ലിംഗ് സീസർ. അപ്പോൾ ഒരുപാട് വലിച്ചു വാരിയല്ലാണ്ട് ഒരു ബ്രീഫായിട്ട് കാര്യങ്ങളൊക്കെ സ്പീച്ചിലൂടെ പറഞ്ഞു. സീസറിനെ കൊന്നതാണ് എന്നുള്ള റീസൺസും കാരണങ്ങളും അദ്ദേഹം അവിടെ പറഞ്ഞു. The Romans seemed to be convinced that Caesar deserved death, and Brutus and the other conspirator did the right thing by killing Caesar to save democracy. അപ്പോൾ അവരുടെ ആ ഒരു ഭരണകൂടത്തെ സഹായിക്കാൻ അല്ലെങ്കിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ബ്രൂട്ടസും അനുയായികളും അല്ലെങ്കിൽ സഹായികളും ചെയ്തത് നല്ല കാര്യമാണെന്നാണ് അവർ വിശ്വസിച്ചത്. റോമൻ സീം ടു ബി കൺവൈൻസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റോമൻസ് അവിടെ അത് സമ്മതിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. സീസർ അത് ഡിസേർവ് ചെയ്യുന്നു, അർഹിക്കുന്നതാണ് ആ ഒരു മരണം. അവരുടെ ഭരണകൂടത്തെ രക്ഷിക്കാൻ വേണ്ടി ബ്രൂട്ടസും സഹായികളും ചെയ്തത് നല്ല കാര്യമാണെന്ന് പറഞ്ഞു. Then comes Mark Antony's Caesar friend. Mark Antony seeks Brutus' permission to make a funeral speech. മരണസമയത്ത് ആ ഒരു മരണാന്തര ചടങ്ങില് ഒരു സ്പീച്ച്, ഒരു പ്രസംഗം പറയാനായിട്ട് ഒരു അനുവാദം ചോദിച്ചു. അതിനുശേഷമാണ് ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത്. ബ്രൂട്ടസ് അഗ്രീസ്. ആന്റണീസ് മാസ്റ്റർഫുൾ ഒറേഷൻ മാനിപ്പുലേറ്റ് ദ ഇമോഷൻ ഓഫ് ദ ക്രൗഡ്. ബ്രൂട്ടസ് അങ്ങനെ അഗ്രി ചെയ്തു, ആ ഒരു സ്പീച്ച് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ ആന്റണിയുടെ ആ ഒരു ഒറേഷൻ, ആ ഒരു സ്പീച്ചാണ് അവിടുത്തെ ആൾക്കാരെ മൊത്തം ചിന്തകളെ മാറ്റിമറിച്ചത്. By using his oratorical skill, which include repetition, metaphor, alliteration, irony, hyperbole, rhetorical question, voice modulation, facial expression, and gesture, Mark Antony persuaded the mob to believe that Brutus and the other conspirators had selfish motive in killing Caesar. സീസറിനെ കൊല്ലാനായിട്ട് സ്വാർത്ഥമായ പല കാര്യങ്ങളും ബ്രൂട്ടസിനും സഹായികൾക്കും ഉണ്ടായിരുന്നു എന്നുള്ളത് തെളിയിച്ചു. എങ്ങനെയൊക്കെയാണ് സ്പീച്ച് അവതരിപ്പിച്ചത്? റിപ്പീറ്റേഷൻസ് ഉണ്ടായിരുന്നു, മെറ്റാഫോർസ് ഒന്നിനെ മറ്റൊന്നായിട്ട് അവിടെ എന്ത് കമ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇസ് എ ഹോണറബിൾ മാൻ, ഇസ് എ ഹോണറബിൾ മാൻ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അലിട്രേഷൻസ് ഉണ്ടായിരുന്നു, അയേണി നമ്മൾ പറഞ്ഞു, പരിഹാസ കഥാപാത്രത്തിന്റെ രീതിയിൽ ഓരോന്ന്
പറയുന്നുണ്ട്, ഹൈപ്പർബോൾ ഉണ്ടായിരുന്നു, ഒരുപാട് ഇമോഷൻസ് പറയുന്നുണ്ടായിരുന്നു, റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ടായിരുന്നു, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. പിന്നെ അദ്ദേഹത്തിന്റെ വോയിസിന് മോഡുലേഷൻ വരുന്നുണ്ട്, ഫേസിൽ എക്സ്പ്രഷൻ വരുന്നുണ്ട്, ഗസ്റ്റർ കൈകൊണ്ടുള്ള ആക്ഷൻസ് ഒക്കെ മാറുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും അവസാനം അവരെന്ത് ചെയ്തു, വിശ്വസിപ്പിച്ചു. He shows them Caesar was a very good man who worked for the welfare of the റോമൻസിന്റെ സംരക്ഷണത്തിനായിട്ട് അല്ലെങ്കിൽ അവരുടെ നല്ലതിന് വേണ്ടി ഒരുപാട് വർക്ക് ചെയ്ത ഒരു നല്ലൊരു മനുഷ്യനാണ് സീസർ എന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തു. The attitude of the crowd changes and now the infuriated mob want to take revenge on the murders of Caesar. സീസറിന്റെ ആ ഒരു കൊലപാതകത്തിന് പിന്നിൽ അവർക്ക് പ്രതികരിക്കണം, അല്ലെങ്കിൽ അവരതിനെ പ്രതികാരം ചെയ്യുന്നുള്ള രീതിയിലാക്കി അവരുടെ ആറ്റിറ്റ്യൂഡ്. ദ സ്പീച്ച് ഓഫ് മാർക്ക് ആന്റണി ബ്രിങ് അബൌട്ട് ദ ചേഞ്ച് ഇൻ ദർ ആറ്റിറ്റ്യൂഡ്. അവരുടെ ആറ്റിറ്റ്യൂഡില്, അവരുടെ ബിഹേവിങ്ങില്, ആ ഒരു പ്രതികരണ ശേഷിയിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ മാർക്ക് ആന്റണിക്ക് കഴിഞ്ഞു. എന്തിലൂടെ? ഈ ഒരു സ്പീച്ചിലൂടെ. Activity 2, Friends, Romans, Countrymen, is one of the most powerful and influential speeches in history and literature. The English Club of a school planned to stage the oration. Let's attempt a speech choir. Speech choir make the use of gestures and vocalization. Can you list other features of a choir? അപ്പോൾ ഈ ഒരു സ്പീച്ച് കൊയറിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തായാലും, കൊയർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവിടെ ഗ്രൂപ്പ് പെർഫോമൻസ് ആണ്. അതുപോലെ അവരുടെ വോയിസിൽ എക്സ്പ്രഷൻസ് ഉണ്ടായിരിക്കും, കോറൽ സ്പീക്കിംഗ് ഉണ്ടായിരിക്കും, കാരണം അവരെല്ലാവരും ഗ്രൂപ്പായിട്ട് സംസാരിക്കുന്നുണ്ട്, പല പല കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഒരു സ്പീച്ച് ആകുമ്പോൾ അവരുടെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും, ഫേസിൽ എക്സ്പ്രഷൻസ് വരും, ആക്ഷൻസ് വരും, പിന്നെ എന്തുണ്ടായിരിക്കും, യൂണിറ്റി ആൻഡ് കോർഡിനേഷൻ. എല്ലാവരും ഒരുമിച്ച് യൂണിറ്റിയോട് കൂടിയിട്ടാണ് അതവിടെ പറയുന്നത്. അതാണ് സ്പീച്ച് കൊയേഴ്സ് എന്ന് പറയുന്നത്. ലെറ്റ്സ് വാച്ച് ദ വീഡിയോ ഓഫ് ദ വെൽ നോൺ സ്പീച്ച് ഐ ഹാവ് എ ഡ്രീം ബൈ മാർട്ടിൻ ലൂതർ കിങ്. അപ്പോൾ മാർട്ടിൻ ലൂതർ എഴുതിയ ആ ഒരു ഐ ഹാവ് എ ഡ്രീം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ച് ഉണ്ട്, അതിന്റെ ഒരു വീഡിയോ ഉണ്ട്, നിങ്ങളോട് വാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വാച്ച് ചെയ്തതിന് ശേഷം താഴെയുള്ള കാര്യങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു സ്പീച്ചിൽ എന്താണെന്ന് നോക്കാം. ഐ ഹാവ് എ ഡ്രീം ദാറ്റ് വൺ ഡേ എവറി വാല്യൂ ഷാൽ ബി exalted, every hill and mountain shall be made low, the rough places will be made plain, and the crooked places will be made straight, and the glory shall be revealed, and all shall see the glory together. This is our hope. This is the faith then I go back to the south with. With this faith, we will be able to hew out of the mountain of despair a stone of hope. With this faith, we will be able to transform the jangling discords of our nation into a beautiful symphony of brotherhood. With this faith, we will be able to work together, to pray together, to struggle together, to go to jail together, to stand up for freedom together, knowing that we will be free one day. ഈ ഒരു പ്രസംഗത്തിന്റെ പേര് എനിക്കൊരു സ്വപ്നമുണ്ടെന്ന്. അപ്പൊ അതിൽ എന്തായിരിക്കും പറയണ്ടാവുക? എനിക്കൊരു സ്വപ്നമുണ്ട്. ഒരു ദിവസം എല്ലാ താഴ്വരകളും ഉയർത്തപ്പെടും, എല്ലാ കുന്നുകളും മലകളും താഴ്ത്തപ്പെടും, പരക്കൻ വഴികൾ നിരപ്പാക്കപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും, എല്ലാ മനുഷ്യരും അത് ഒന്നിച്ചു കാണുകയും ചെയ്യും. അപ്പോ ഇതാണ് നമ്മുടെ പ്രതീക്ഷ. ഈ വിശ്വാസത്തോടെയാണ് ഞാൻ തെക്കൻ സംസ്ഥാനങ്ങളിലേക്ക് മടങ്ങുന്നത്. ഈ വിശ്വാസം ഉണ്ടെങ്കിൽ നിരാശയുടെ പർവ്വതത്തിൽ നിന്ന് പ്രതീക്ഷയുടെ ഒരു ശില കൊത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. എന്താണ് അദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കിയേ. എല്ലാതും നോക്കിയേ, വളഞ്ഞ വഴികളില്ല, നേർവഴികൾ മാത്രം. വലിയ കുന്നുകളില്ല, അവരൊക്കെ താത്തും. താഴ്വയുള്ള അല്ലെങ്കിൽ താഴ്വാരമുള്ളതൊക്കെ ഉയർത്തും. അപ്പൊ എല്ലാരും ഈക്വൽ ആയിട്ട് കാണും എന്നൊരു സന്ദേശമാണ് ഇവിടുന്ന് തരുന്നത്. അപ്പൊ ഈക്വാളിറ്റി കേട്ടോ. പിന്നെ പറയുന്നത് എന്താ, ഇങ്ങനെയുള്ള ഒരു വിശ്വാസത്തിലെ നമ്മുടെ രാജ്യത്തെ അസ്വാരസ്യങ്ങളെയും വിദ്വേഷങ്ങളെയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ദേഷ്യങ്ങളായാലും പ്രശ്നങ്ങളായാലും അതൊക്കെ മാറ്റി സാഹോദര്യത്തിന്റെ മനോഹരമായ ഒരു സംഗീതമാക്കി മാറ്റാൻ നമുക്ക് കഴിയുന്ന പറഞ്ഞു. അപ്പൊ അവിടെ സഹോദര സ്നേഹത്തിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഒരു ദിവസം സ്വാതന്ത്ര്യം നേടുമെന്ന ഉറപ്പോടെ ഒന്നിച്ചു പ്രവർത്തിക്കാനും ഒന്നിച്ചു പ്രാർത്ഥിക്കാനും ഒന്നിച്ചു പോരാടാനും ഒന്നിച്ചു ജയിലിൽ പോകാനും സ്വാതന്ത്ര്യത്തിനായി ഒന്നിച്ചു നിലകൊള്ളാനും ഈ വിശ്വാസം നമ്മെ പ്രാപ്തരാക്കും. അപ്പൊ അവിടെ പറയുന്നത് എന്താ, അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്നത് യൂണിറ്റിനെ കുറിച്ചിട്ടാ, ഒന്നിച്ച് എല്ലാവരും നിൽക്കണം എന്നുള്ളത്. അപ്പോൾ ഒന്നാമത് ഈക്വാലിറ്റി പറഞ്ഞു, രണ്ടാമത് സാഹോദര്യ സ്നേഹം പറഞ്ഞു, മൂന്നാമത് എന്ത് പറഞ്ഞു, യൂണിറ്റി. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രസംഗത്തിലുള്ളത് കേട്ടോ. ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നൗ യു ഒബ്സർവേഷൻ ഓഫ് ദ ഫോളോയിങ് ഫീച്ചർ ഓഫ് ദ സ്പീച്ച്. ഗസ്റ്റേഴ്സ്, എന്തൊക്കെ ഗസ്റ്റേഴ്സ് ആണ് അവിടെ പറയുന്നുണ്ടാവുക? ഹി യൂസസ് ഓപ്പൺ സ്ട്രോങ് ഹാൻഡ് മൂവ്മെന്റ് ടു സ്ട്രെസ് ഐഡിയ. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഓപ്പൺ ഹാൻഡ് യൂസ് ചെയ്തിട്ടുണ്ടാകാം. പറയല്ലോ, നമ്മൾ ഓരോ കാര്യങ്ങൾ സാഹോദര്യത്തിനെ പറ്റിയിട്ട് പറയുമ്പോഴും അല്ലെങ്കിൽ യൂണിറ്റിനെ പറ്റി പറയുമ്പോഴൊക്കെ നമ്മൾ ആളുടെ കൈകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. ഗസ്റ്റേഴ്സ് അങ്ങനെയല്ലേ, പ്രസംഗം ചെയ്യുന്ന ആൾക്കാരുടെ കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം, ശ്രദ്ധിച്ചിട്ടില്ലേ? ഇനി ഫേഷ്യൽ എക്സ്പ്രഷൻ, ഹിസ് ഫേസ് ഷോ ഹോപ്പ്, പെയിൻ ആൻഡ് സ്ട്രോങ് ബിലീഫ്. അപ്പോൾ ഒരു വിശ്വാസം, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിലീഫ്, വിശ്വാസം ഉണ്ടാവും, പിന്നെ വേദന ഉണ്ടാവും, പിന്നെ പ്രതീക്ഷ ഉണ്ടാവും. വോയിസ് മോഡുലേഷൻ,
ഹി സ്റ്റാർട്ട് കാംലി ദെൻ സ്പീക്ക് വിത്ത് പവർ ആൻഡ് റൈസിങ് ഇമോഷൻ. അദ്ദേഹം ശാന്തമായി സംസാരിച്ചു തുടങ്ങി, പിന്നെ പവറോടുകൂടി അതുപോലെ അദ്ദേഹത്തിന്റെ ഇമോഷൻ ഒന്ന് റൈസ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു. ഇനി ക്ലാസ്സിൽ അത് ഉറക്കെ വായിച്ച് അവതരിപ്പിക്കാനൊക്കെ പറയുന്നുണ്ട്. നെക്സ്റ്റ് നമ്മളോട് ഒരു സ്പീച്ച് കൊയർ സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമാൻ ആ ഒരു ചാപ്റ്ററിൽ കേട്ടോ. എന്നിട്ട് അത് ക്ലാസ്സിൽ പെർഫോം ചെയ്യാൻ പറയുന്നുണ്ട്. You may supplement your reading with appropriate gestures and movement. Adding background music and other sound effect can help the performance. നമ്മുടെ ആ ഒരു പെർഫോമൻസ്, നമ്മുടെ അഭിനയത്തിനെ ഒന്ന് മാറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പല ഗസ്റ്റേഴ്സ് യൂസ് ചെയ്യാം. കൈകൊണ്ടൊക്കെയുള്ള ഒരുപാട് അംഗങ്ങൾ യൂസ് ചെയ്യാം, മൂവ്മെന്റ് ചെയ്യാം, നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വെക്കാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സ്പീച്ച് കൊയർ സ്ക്രിപ്റ്റ് ഫ്രണ്ട്സ് റോമൻ കൺട്രിമാൻ ബൈ വില്യം ഷേക്സ്പിയർ. ഓപ്പണിംഗ് യൂണിഫൈഡ് കമാൻഡിങ് ട്യൂൺ. കമാൻഡിങ് ട്യൂണിൽ ഒരുമിച്ച് നിന്ന് പറയാണ്. കാരണം ഇതൊരു സ്പീച്ച് കൊയർ ആണല്ലോ, അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഒരുമിച്ച് നിന്നിട്ട് കമാൻഡ് ചെയ്യുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ സ്ലോ ഡ്രമാറ്റിക് ഡ്രം ഉണ്ട്. ബീറ്റ് ബിഗിൻ സോഫ്റ്റ്ലി. ഡ്രമ്മിന് ഇങ്ങനെ ബീറ്റ് ചെയ്തിട്ട് തുടങ്ങുന്നുണ്ട്. ഓൾ സ്ട്രോങ് സ്റ്റഡി. എല്ലാവരും സ്ട്രോങ് ആയി സ്റ്റഡി ആയി പറയുന്നു. ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമാൻ ലെൻഡ് മീ യുവർ ഇയേഴ്സ്. അപ്പോൾ ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമാൻ എല്ലാവരും നിങ്ങളുടെ ചെവി എനിക്കൊന്ന് കടന്നിരൂ. ഒന്നാമത്തെ ഗ്രൂപ്പ് പറയുന്നു, ഐ കം ടു ബറി സീസർ നോട്ട് ടു പ്രൈസ് ഹിം. ഞാൻ വന്നിരിക്കുന്നത് സീസറിനെ ഇവിടെ കുഴിച്ചിടാൻ, അല്ലെങ്കിൽ എന്താ പറയുക, ശവസംസ്കാര ചടങ്ങിനാണ്, അതല്ലാതെ അവനെ വാഴ്ത്തപ്പെടുത്താനല്ല. ഗ്രൂപ്പ് 2, ദ ഈവൽ ദാറ്റ് മെൻ ഡു ലിവ്സ് ആഫ്റ്റർ ദം. അപ്പോൾ ആൾക്കാർ ചെയ്ത തെറ്റുകളെല്ലാം ആൾക്കാർ മരിച്ചാലും പിന്നീടും ഇവിടെ ജീവനോടെ നിൽക്കുന്നു. ഗ്രൂപ്പ് 3, ദ ഗുഡ് ഈസ് ഓഫ് ഇന്റേർഡ് വിത്ത് ദർ ബോൺസ് ഓൾ ഫേമർ സോ ലെറ്റ് ഇറ്റ് ബി വിത്ത് സീസർ. അപ്പോൾ നല്ലതെല്ലാം ആൾക്കാരുടെ ഒപ്പം അവർ മരിക്കുമ്പോൾ അവരുടെ എല്ലുകളോട് കൂടി അതങ്ങോട്ട് എന്ത് ചെയ്യാണ്, അവിടെ മറക്കപ്പെടുകയാണ്. ഓക്കെ, കുഴിച്ചിടുകയാണ് എന്നർത്ഥം. ഫേമർ അവരെല്ലാവരും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പറയണം. സോ ലെറ്റ് ഇറ്റ് ബി വിത്ത് സീസർ. അങ്ങനെ തന്നെ ആവട്ടെ സീസറിന്റെ ഒപ്പം. ഇനി അപ്പൊ അവിടെയുള്ള ഗസ്റ്റർ, അവിടെയുള്ള മൂവ്മെന്റ്, കൈകൊണ്ടൊക്കെയുള്ള ആക്ഷൻസ് എന്തൊക്കെയാ? ആംസ് എക്സ്റ്റെൻഡഡ് ഫോർവേഡ് ആസ് ഇഫ് ഇൻവൈറ്റിംഗ് ട്രൂത്ത്. അവരുടെ ആ ഒരു സത്യങ്ങളെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന പോലെ, ക്ഷണിക്കുന്ന പോലെ കൈകൾ രണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഇനി നോബൽ ബ്രൂട്ടസിന്റെ ആണ് കേട്ടോ. ടോൺ കാം ടു ക്വസ്റ്റ്യനിങ്. ആദ്യം സോഫ്റ്റ് ആയി പറഞ്ഞ് പിന്നെ ഒരു ക്വസ്റ്റ്യനിലേക്ക് എത്താണ് നോബൽ ബ്രൂട്ടസ്. ഗ്രൂപ്പ് 1 പറയാണ്, ദ നോബൽ ബ്രൂട്ടസ് ഹാവ് ടോൾഡ് യു സീസർ വാസ് ആംബിഷ്യസ്. അപ്പോൾ അവിടെ പറയുന്നത് നോബൽ ബ്രൂട്ടസ് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്ന ബ്രൂട്ടസ്? സീസർ ഒരു അതിമോഹിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗ്രൂപ്പ് 2 പറയാണ്, ഇഫ് ഇറ്റ് വാസ് സോ ഇറ്റ് വാസ് എ ഗ്രീവിയസ് ഫോൾട്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഒരു അതിമോഹിയാണെങ്കിൽ അത് കഠിനമായ ഒരു തെറ്റ് തന്നെയാണ്. അപ്പൊ ഗ്രൂപ്പ് 3 പറയാണ്, ആൻഡ് ഗ്രീവിയസ്ലി ഹാവ് സീസർ ആൻസേർഡ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കഠിനമായിട്ടുള്ള ഒരു ഉത്തരം തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. കാരണം എന്താ? സീസർ മരിച്ചു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? കൊയർ, സ്പീച്ച് കൊയർ എന്ന് പറയുമ്പോൾ ഒരാൾ നിന്നിട്ടല്ല പറയുന്നത്, ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഓരോ ഗ്രൂപ്പായിട്ടാണ് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ ഗ്രൂപ്പ്, രണ്ടാമത്തെ ഗ്രൂപ്പ്, മൂന്നാമത്തെ ഗ്രൂപ്പ്, അവരെല്ലാവരും ഒരുമിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ ഗ്രൂപ്പിലെ എല്ലാവരും ഒരുമിച്ച്, രണ്ടാമത്തെ ഗ്രൂപ്പ് ആകുമ്പോൾ ആ ഗ്രൂപ്പിലെ എല്ലാവരും ഒരുമിച്ച്, അങ്ങനെ. ഇനി ഗസ്റ്റർ, ഗ്രൂപ്പ് 3 റേസസ് വൺ ഹാൻഡ് സോളംലി. അപ്പോൾ മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ത് ചെയ്തു? ഒരു ഹാൻഡ് മാത്രം ഇങ്ങനെ ഒരുമിച്ച് പൊക്കി കാണിച്ചു. ഗ്രൂപ്പ് 1, ഹിയർ അണ്ടർ ലീവ് ഓഫ് ബ്രൂട്ടസ് ആൻഡ് ദ റെസ്റ്റ്. ഗ്രൂപ്പ് 2, സാർക്കാസ്റ്റിക്, ഫോർ ബ്രൂട്ടസ് ഈസ് ആൻ ഹോണറബിൾ മാൻ. അപ്പോൾ അവിടെ പറയുന്നത് എന്താണ്? ബ്രൂട്ടസ് ഒരു മഹത്തായ വ്യക്തിയാണ് കേട്ടോ എന്ന് രണ്ടാമത്തെ ആൾക്കാർ കളിയാക്കി പറയുന്നുണ്ട്. ഗ്രൂപ്പ് 3, സോ ആർ ദേ ഓൾ ഹോണറബിൾ മാൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആളെ സഹായിച്ച ആൾക്കാരും, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓൾ, എല്ലാവരും ഹോണറബിൾ ആയ മഹത്തായ വ്യക്തികൾ തന്നെയാണ്. ഓൾ റെസൊണന്റ്, കം ഐ ടു സ്പീക്ക് ഇൻ സീസേഴ്സ് ഫ്യൂണറൽ. സൗണ്ട് സ്ലൈറ്റ് എക്കോ ഓൺ ഫ്യൂണറൽ ഫോർ എഫക്ട്. അപ്പോൾ ചെറിയൊരു എഫക്റ്റ് ഒക്കെ വരുന്നുണ്ട് അവിടെ, എന്ന് വെച്ചാൽ നമ്മൾ എക്കോ, ആൾക്കാർ സംസാരിക്കുമ്പോൾ എക്കോ വരില്ല, അതുപോലെ. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനിവിടെ സീസറിന്റെ മരണാന്തര ചടങ്ങിലേക്കാണ് വന്നത് എന്ന് പറയുന്നുണ്ട്. റെസണന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ എക്കോ പോലെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനാണ് പറയുന്നത് മുഴങ്ങ എന്നൊക്കെയുള്ള അർത്ഥം. നമ്മളിപ്പോ ഇവിടെ എന്താ വായിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളിപ്പോ സ്ക്രിപ്റ്റ് ആണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിന്റെ സ്ക്രിപ്റ്റ് ആണ്? സ്പീച്ച്. എന്ത് സ്പീച്ച്? സ്പീച്ച് കൊയറിന്റെ. ഇനി സീസേഴ്സ് വിർച്യൂസ്, ടോൺ വാം റെസ്പെക്ട്ഫുൾ. സീസറിന്റെ ഒരു ഘട്ടാണ് പറയുന്നത്. ഭയങ്കര ബഹുമാനത്തോട് കൂടിയിട്ട് തന്നെയാണ്, ഒരു വാം ടെക്സ്ചറിലാണ് കാണുന്നത് കേട്ടോ. ഗ്രൂപ്പ് 1, ഹി വാസ് മൈ ഫ്രണ്ട് ഫെയ്ത്ത്ഫുൾ ആൻഡ് ജസ്റ്റ് ടു മീ. അപ്പോൾ അവിടെ മാർക്ക് ആന്റണി പറയുന്നതാണ് ഓരോ ഗ്രൂപ്പ് വൈസ് പറയുന്നത് കേട്ടോ. ആദ്യത്തെ ഗ്രൂപ്പ് പറഞ്ഞു, അവൻ എൻ്റെ ഫ്രണ്ടാണ്, വിശ്വസ്തനാണ് എനിക്ക് മാത്രം. ഗ്രൂപ്പ് 2, ബട്ട് ബ്രൂട്ടസ് സേസ് ഹി വാസ് എംബീഷ്യസ്. അപ്പൊ ഗ്രൂപ്പ് 2 പറഞ്ഞു, പക്ഷേ ബ്രൂട്ടസ് പറഞ്ഞു അവൻ എന്താണ്? അതിമോഹിയാണെന്ന് പറഞ്ഞു. ഗ്രൂപ്പ് 3, ആൻഡ് ബ്രൂട്ടസ് ഈസ് ആൻ ഹോണറബിൾ മെൻ. പക്ഷേ ബ്രൂട്ടസ് ഒരു മഹത്തായ വ്യക്തിയാണ് കേട്ടോ, മഹാനായ വ്യക്തിയാണ്. അവിടുത്തെ ഗസ്റ്റർ, അവരെ എങ്ങനെയായിരിക്കും ഗസ്റ്റർ? അവർ കൈകൾ കൊണ്ട് എന്ത് കാണിച്ചിട്ടുണ്ടാവും? ഹാൻഡ് ടു ഹാർട്ട് ബൈ ഗ്രൂപ്പ് 2. അപ്പൊ ഗ്രൂപ്പ് 2കാർ ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ കൈവച്ചു. ഗ്രൂപ്പ് 1,
ഹി ഹാത്ത് ബ്രോട്ട് മെനി ക്യാപ്റ്റീവ് ഹോം ടു റോം. ഗ്രൂപ്പ് 1 പറയാണ് റോമിലേക്ക് വേണ്ടിയിട്ട് ഒരുപാട് തടവിലാക്കിപ്പെടാനുള്ള ആൾക്കാരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഗ്രൂപ്പ് 2 പറയാണ് ഹൂസ് റാൻസം ഡിഡ് ദ ജനറൽ കോഫേഴ്സ് ഫിൽ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്, ഇവിടുത്തെ പണപ്പെട്ടി നിറയാൻ വേണ്ടിയിട്ടാണ് ആളങ്ങനെ ചെയ്തത്. അവിടെയുള്ള റാൻസം എന്ന് പറഞ്ഞാൽ പറഞ്ഞു മറ്റുള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാരെ ഇവിടെ തടവിലാക്കുക. അപ്പൊ ആ തടവിലാക്കുന്ന ആൾക്കാരെ മോചിപ്പിക്കാൻ വേണ്ടി ക്യാഷ് കൊണ്ടുവരും ആ രാജ്യക്കാര്. അതൊക്കെ ഇവിടുത്തെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട് ആൾ എടുത്തു വെച്ചു, എവിടത്തെ റോമിലെ എല്ലാ ജനങ്ങളുടെയും. ഗ്രൂപ്പ് 3 ഫേം ഭയങ്കര സൈലന്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് പറയണു ഡിഡ് ദിസ് ഇൻ സീസർ സീം എംപീഷ്യസ്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് സീസർ ഒരു അംബീഷ്യസ് ആയിട്ട് എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്, അതിമോഹിയായ വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഓൾ ചാലഞ്ചിങ്. യെറ്റ് ബ്രൂട്ടസ് സേസ് ഹി വാസ് എംബിഷ്യസ്. എന്നാൽ ബ്രൂട്ടസ് പറയുന്നു അദ്ദേഹം ഒരു അതിമോഹിയായ ആൾക്കാരാണെന്നാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ടോൺ സർക്കാസ്റ്റിക് ലൗഡർ, ഒരു പരിഹാസത്തോടു കൂടി ലൗഡർ ആയിട്ട് പറയാണ് ആൻഡ് ബ്രൂട്ടസ് ഈസ് എൻ ഹോണറബിൾ മാൻ. ബ്രൂട്ടസ് ഒരു മഹത്തായിട്ട് വ്യക്തിയാണ് കേട്ടോ. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു. പരിഹാസം ഗസ്റ്റർ. അപ്പൊ അവരെന്താ ചെയ്യണത്, സ്ലൈറ്റ് ഹെഡ് ടിൽഡ് സബ്റ്റിൽ ഡൗട്ട്. അപ്പൊ ഡൗട്ടോട് കൂടിയിട്ട് അവരിങ്ങനെ തലാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് സോഫ്റ്റ് ടെൻഷൻ ബിൽഡിംഗ് സ്ട്രിങ് ബിഗിൻ. അപ്പൊ ചെറിയൊരു സ്ട്രിങ്സ് സൗണ്ടുകളൊക്കെ ഉണ്ട്, അതുപോലെ ഒരു ടെൻഷൻ ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരിൽ. അതൊക്കെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റണം. ഓക്കെ, അത് കാണുന്ന ആൾക്കാർക്ക് ഈ ടെൻഷനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റണം കേട്ടോ. അതാണ് ഓരോ ഫീലിങ്സ് അവിടെ എടുത്ത് പറയുന്നത്. അടുത്തത് കമ്പാഷൻ ആൻഡ് ലോജിക് ആണ്. ടോൺ ഹേർട്ട്ഫുൾ ആൻഡ് പെർസ്യൂസീവ്. കമ്പാഷൻ എന്ന് പറയുമ്പോൾ അനുകമ്പ എന്നർത്ഥം. അവിടെ പറയുന്നുണ്ട് കറക്റ്റ് പെർസ്യൂസീവ്, ആൾക്കാരെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താണ്, അതിന്റെ ലോജിക്ക് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാണ്, എന്നാൽ ഒരു അനുകമ്പയുണ്ട്. ഗ്രൂപ്പ് 1 when that the poor have cried Caesar hath wept. ഗ്രൂപ്പ് 2 ambition should be made of sterner stuff. ഇതൊക്കെ നമ്മൾ ആ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. അത് ഓരോ ഗ്രൂപ്പുകളും പറയുന്ന രീതിയിലേക്ക് ഇവിടെ പറയുന്നു, അത്രേ ഉള്ളൂ. ആദ്യത്തെ ലൈനിൽ പറയണത് എന്താണ്, പൂവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ട ആൾക്കാർ കരഞ്ഞപ്പോൾ സീസറും കരഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു അതിമോഹിയായിട്ടുള്ള സ്റ്റേൺ ആയിട്ട് അത്രയും കഠിനമായ ഹൃദയമുള്ള ആൾക്കാർ കരയുമ്പോൾ അതിന്റെ ഒപ്പം കരയാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം ഒരു അതിമോഹിയാണോ എന്ന് ചോദിക്കുന്നത്. ഗ്രൂപ്പ് 3 യെറ്റ് ബ്രൂട്ടസ് സേസ് ഹി വാസ് എംപീഷ്യസ്. പക്ഷെ ബ്രൂട്ടസ് പറയണ അദ്ദേഹം ഒരു അതിമോഹിയാണെന്നാണ് കേട്ടോ. ആര്, സീസർ. ഓൾ ആൻഡ് ബ്രൂട്ടസ് ഈസ് എൻ ഹോണറബിൾ മെൻ. അപ്പൊ എല്ലാവരും ഒരുമിച്ച് പറയുന്നു പക്ഷെ ബ്രൂട്ടസ് ഒരു മഹത്തായ വ്യക്തിയാണ്. ഗ്രൂപ്പ് 1 വീണ്ടും ഗ്രൂപ്പ് 1 സ്റ്റാർട്ട് ചെയ്യാണ്. യു ഓൾ ഡിഡ് സീ ദാറ്റ് ഓൺ ദ ലൂപ്രിക്കൽ ഐ ത്രൈസ് പ്രസന്റഡ് ഹിം എ കിങ്ലി ക്രൗൺ. ഗ്രൂപ്പ് 2 which he had thrice refused. Was this ambition? ഗ്രൂപ്പ് 3 യെറ്റ് ബ്രൂട്ടസ് സേസ് ഹി വാസ് എംബീഷ്യസ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ, നിങ്ങൾ കണ്ടിട്ടുണ്ട് ലൂപ്പർക്കാലം നമ്മളവിടെ പറഞ്ഞു അത് അവിടെ നടത്തുന്ന ഫെബ്രുവരി 14 അങ്ങോട്ട് നടക്കുന്ന ഒരു ഉത്സവമാണെന്ന്. അന്ന് അദ്ദേഹം 3 വട്ടം, ആന്റണി 3 വട്ടം അവിടുത്തെ രാജകീയ കിരീടം അദ്ദേഹത്തിന് എടുത്ത് കൊടുത്ത സീസറിനെ, നീ ഭരണാധികാരി ആകൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ 3 വട്ടം അവനത് നീ വേണ്ടെന്ന് വെച്ചു, റെഫ്യൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണ്ടെന്ന് വെച്ചു, നിരസിച്ചു. അപ്പൊ അങ്ങനെ ആ ഭരണകൂടം എടുത്തോ എന്ന് പറഞ്ഞു കൊടുത്തിട്ടും കൂടി നിരസിക്കുന്ന വ്യക്തി ഒരു അതിമോഹിയാണോ എന്ന് ചോദിക്കുകയാണ്. ആരോടാ ചോദിക്കുന്നത്, അവിടെ കൂടിയിരിക്കുന്ന ആ ഒരു റോമൻസ് അവിടെയുള്ള ആൾക്കാരോട്. പക്ഷെ അപ്പൊ ഗ്രൂപ്പ് 3 പറയുന്നതാണ്, പക്ഷെ ബ്രൂട്ടസ് പറയുന്നത് ആളൊരു അതിമോഹിയാണെന്നാട്ടോ. ഓൾ ഇൻക്രീസിംഗ്ലി ഇന്റൻസി ആൻഡ് ഷുവർ ഹീസ് ആൻ അൺഹോണറബിൾ മാൻ. ഗസ്റ്റർ ഷേക്ക് ഹാൻഡ് സ്ലോലി, ആംസ് ക്രോസ്ഡ് ഓർ ഓപ്പൺ ഇൻ ഡിസ്ബിലീഫ്. സൗണ്ട് സോഫ്റ്റ് ഹേർട്ട് ബീറ്റ്, സൗണ്ട് റൈസസ് സ്ലൈറ്റ്ലി. പക്ഷെ അവിടെ എന്താ പറയാൻ, ഷുവർ ഹീസ് ആൻ ഹോണറബിൾ മാൻ. അപ്പൊ അവിടെ പറയാണ് ഹീസ് ആൻ ഹോണറബിൾ മാൻ. ബ്രൂട്ടസ് അവിടെ ഒരു ഹോണറബിൾ മാൻ, മഹത്തായ വ്യക്തി തന്നെയാണ്. അപ്പൊ ഗസ്റ്റർ എങ്ങനെയാണ്, ഷേക്ക് ഹെഡ് സ്ലോലി ഇങ്ങനെ തലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. ആംസ് ക്രോസ്ഡ് ഓർ ഓപ്പൺ ഇൻ ഡിസ്ബിലീവ്. അപ്പൊ ഇത്ര നേരം അവർ പറഞ്ഞപ്പോഴും ബ്രൂട്ടസ് ഒരു മഹത്തായ വ്യക്തിയാണെന്ന് പറയുമ്പോൾ അവിടെ ആൾക്കാർ പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ അവിടുത്തെ എല്ലാ ആൾക്കാരും കൂടി ഒരുമിച്ച് എന്താണ്, ഒന്നുമില്ലെങ്കിൽ കൈകൾ ക്രോസ് ആയി പിടിക്കുക, അല്ലെങ്കിൽ ഈ ഒരു വിശ്വാസത്തോട് ഞങ്ങൾ എതിർക്കുന്നു എന്ന് കാണിച്ചു തുടങ്ങി തലകളൊക്കെ ആട്ടിയിട്ട്. അപ്പൊ ആ ഗസ്റ്റേഴ്സ് ഒക്കെ അവിടെ കാണിക്കണം. സൗണ്ട് എങ്ങനെയാണ്, സോഫ്റ്റ് ഹേർട്ട് ബീറ്റ്, സൗണ്ട് റൈസസ് സ്ലൈറ്റ്ലി. അങ്ങനെ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ടേണിംഗ് പോയിന്റ് ആയിട്ട് ഇവിടെ എന്താ വരുന്നത്, ടോൺ ഹോണസ്റ്റ് ആൻഡ് സ്റ്റിറിംഗ്. ഗ്രൂപ്പ് 1 ഐ സ്പീക്ക് നോട്ട് ടു ഡിസ്പ്രൂവ് വാട്ട് ബ്രൂട്ടസ് വാക്ക്. അപ്പൊ ഇവിടെ ടേണിംഗ് പോയിന്റ് എന്താണ്, അദ്ദേഹം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ബ്രൂട്ടസ് ഇപ്പൊ ഇവിടെ പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കല്ല ഞാൻ, ബട്ട് ഹിയർ ഐ ആം ടു സ്പീക്ക് വാട്ട് ഐ ഡു നൗ. ഗ്രൂപ്പ് 2 പറയാണ് ഞാൻ ഇവിടെ എന്താണ്, എനിക്ക് എന്താണോ പറയേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് എന്താണോ അറിയണത് അത് പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഗ്രൂപ്പ് 3 യു ആൾ ഡിഡ് ലവ് ഹിം വൺസ് നോട്ട് വിത്തൗട്ട് കോസ്. കാരണമില്ലാതെ ഒരു വട്ടെങ്കിലും നിങ്ങൾ സീസറിനെ സ്നേഹിച്ചിട്ടുണ്ടാകാം. അപ്പൊ എല്ലാവരും കൂടി ഇനി ഒരുമിച്ച് പറയാണ് what goes withhold you then to mourn for him. പിന്നെ എന്താണ് നിങ്ങൾക്ക് അവന്റെ നേർക്ക് ഒരു ചെറിയ ഒരു എന്താ പറയാ കണ്ണീർ കണം പോലും ഒന്ന് തേങ്ങലിടാൻ പോലും നിങ്ങൾക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? കാരണമില്ലാതെ തന്നെ നിങ്ങൾ അവരെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. ഇപ്പൊ കാരണം ഉണ്ടായിട്ട് കൂടി എന്തുകൊണ്ട് നിങ്ങൾക്ക് വേദന ഉണ്ടാവുന്നില്ല?
ഗസ്റ്റർ ഓൾ പോയിന്റ് ജെന്റ്ലി ടു ഓഡിയൻസ് പാം അപ്പ്. അപ്പൊ ആ ഒരു ഓഡിയൻസിന്റെ നേരെ ഇങ്ങനെ കൈകൾ നീട്ടിയിട്ട് അങ്ങനെ നിൽക്കാണ്. ഇനി ക്ലൈമാക്സ് ആണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മുടെ സ്ക്രിപ്റ്റിൽ ഒരു നാടകത്തിൽ പ്ലേ ചെയ്യുന്ന പോലെ ആ ഒരു സ്പീച്ചിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഒരു ഗ്രൂപ്പുകാരുണ്ട് കേട്ടോ അവിടെ. ക്ലൈമാക്സ് ആണ്, പവർഫുൾ ആണ്, ഇമോഷണലാണ്, എല്ലാവരും വേദനിച്ചൊക്കെ നിൽക്കായിരിക്കും. ഗ്രൂപ്പ് 1, ഓ ജഡ്ജ്മെന്റ് ദോ ആർട്ട് ഫ്ലെഡ് ടു ബ്രൂട്ടിഷ് ബീസ്റ്റ്. ഗ്രൂപ്പ് 2, ആൻഡ് men have to lose their reason. ഗസ്റ്റർ ലോവർ ഹെഡ് ബ്രീഫ്ലി ദെൻ റേസ് ദം സഡൻലി. തല താഴ്ത്തിക്കൊണ്ട് മെല്ലെ ഉയർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങൾ എന്താണ് ആ ഒരു ക്രൂരമായ മൃഗങ്ങളുടെ സ്വഭാവമായി മാറിയോ എന്ന് ചോദിക്കുകയാണ്. നിങ്ങളുടെ ആ ഒരു ക്യാരക്ടറൊക്കെ നിങ്ങൾ അവിടെ ലോസ്റ്റ് ചെയ്തോ, കാട്ടിൽ ലോസ്റ്റ് ചെയ്തോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുകയാണ്. നിങ്ങളൊരു മനുഷ്യനല്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കുക. ഗ്രൂപ്പ് 3, ബെയർ വിത്ത് മീ. ഗ്രൂപ്പ് 1, മൈ ഹാർട്ട് ഈസ് ഇൻ ദ കോഫിൻ ദോ വിത്ത് സീസർ. അപ്പൊ അവിടെ പറയുന്നുണ്ട് എന്റെ ഹൃദയം ഇപ്പോഴും സീസറിന്റെ ഒപ്പമാണ്. അതൊരു ഗ്രൂപ്പ് പറയുന്നുണ്ട്. ഗ്രൂപ്പ് 2 സ്ട്രോങ് ആയിട്ട് ഹേർട്ട് ഫെൽട്ട് ചെയ്ത് പറയുന്നു, ആൻഡ് ഐ മസ്റ്റ് പോസ് ടിൽ ഇറ്റ് കം ബാക്ക് ടു മീ. അതെന്റെ അടുത്തേക്ക് വരുന്നവരെ ഞാൻ ഒന്ന് നിൽക്കണം എന്ന് പറയുന്നു. ഗസ്റ്റർ കൊയർ പോസസ് ഡ്രമാറ്റിക്കലി സ്റ്റെപ്പ് ബാക്ക് സ്ലോലി ഹെഡ് ബോൾ. തല താഴ്ത്തിക്കൊണ്ട് പിന്നോട്ട് പോവാണ് ഓരോ ആൾക്കാരും. ഓരോ ആൾക്കാരും ഓരോ ഗ്രൂപ്പുകളും. ബാക്ക്ഗ്രൗണ്ടിൽ ഫെയ്ഡ് ഇൻ ടു സോളം സോഫ്റ്റ് വയലൻ പീസ്. അപ്പൊ ആൾക്കാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള വയലിന്റെ ഒരു മ്യൂസിക് പോലെ അവിടെ വെച്ചിട്ട് അവിടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അവിടെ നിർത്തുകയാണ് കേട്ടോ. എല്ലാവരും പിന്നോട്ട് നടന്നു പോയി. പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്റെ മനസ്സ് എവിടെയാണ് സീസറിന്റെ ഒപ്പമാണ്, തിരിച്ചു വരുന്ന വരെ എന്താണ് എനിക്കൊന്ന് ഇടവേള എടുക്കേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് നിർത്തുന്നു. നന്നായിട്ടില്ലേ ഒരു സ്പീച്ചിന്റെ ഒരു കയറ്. ഞാൻ നിങ്ങൾക്ക് ഇത് ഐഡിയാസ് ആണ് തരുന്നത്. നിങ്ങൾ ഇതുപോലെ ആദ്യം നിങ്ങളൊന്ന് എഴുതാൻ ശ്രമിക്കുക കേട്ടോ. എന്നാലേ നമുക്കത് യൂസ്ഫുൾ ആവുള്ളൂ. എഴുതാൻ ശ്രമിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് റെഫർ ചെയ്യാം, അല്ലെങ്കിൽ ഇതൊന്ന് റെഫർ ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് എഴുതാൻ ശ്രമിക്കുക. ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും, ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും, ചിലപ്പോൾ വാക്കുകൾ കിട്ടില്ല, ഒരു കുഴപ്പമില്ല. ഇപ്പൊ തൊട്ട് നമ്മൾ പഠിച്ച് ട്രൈ ചെയ്താലേ നമുക്ക് ഇംഗ്ലീഷിൽ A+ കിട്ടുള്ളൂ. ഇംഗ്ലീഷിൽ എന്തായാലും നിങ്ങൾക്ക് A+ കിട്ടാൻ പറ്റും. അതിന് നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇപ്പൊ തന്നെ കൂടെ പഠിച്ചു പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കിയാലോ. ആക്ടിവിറ്റി റീഡ് ദ ഗിവൻ സെന്റൻസ് കെയർഫുള്ളി. ഐ ഹാഡ് ലോങ് ബി റാക്കിംഗ് മൈ ബ്രെയിൻസ് ഫോർ സം വേ ഓഫ് ഷോയിങ് ഹിം മൈ ഗ്രാറ്റിറ്റ്യൂഡ്. അദ്ദേഹത്തിനോട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ എന്റെ ബ്രെയിൻ ഇങ്ങനെ റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ഉദ്ദേശിക്കുകയാണ്. എന്താ അവിടെ, ദ പേഴ്സൺ ഈസ് തിങ്കിങ് വെരി ഹാർഡ് ബട്ട് കാൺ റീകോൾ ഇറ്റ് ഈസിലി. ആൾക്ക് എന്തൊക്കെയോ ആലോചിക്കണമെന്നുണ്ട്, അത് പറയണമെന്നുണ്ട്, പക്ഷെ ആൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആൾക്ക് അത് എന്ത് കിട്ടുന്നില്ല, പെട്ടെന്ന് അത് റീകോൾ ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ പേരായിരിക്കാം. അപ്പോൾ അതങ്ങനെ റീകോൾ ചെയ്യാൻ പറ്റാത്തതിന് പറയുന്ന ഒരു വാചകമാണ്. ഇനി അതുപോലെ നമുക്ക് കുറച്ച് സെന്റൻസ് നോക്കാം. സൈഡിൽ നോക്കിയേ, ഒരാൾ ഇങ്ങനെ മഴയത്ത് ഓടുന്നുണ്ട്. അപ്പൊ അവിടെ എലികളൊക്കെ ഇങ്ങനെ വീഴുന്നുണ്ട്, എലികളും ഡോഗുകളൊക്കെ വീഴുന്നുണ്ട്. അപ്പൊ അവിടെ ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ മീനിങ് എന്താ, ശക്തമായ മഴയുണ്ട് എന്നുള്ള ഒരു മീനിങ് കാണിക്കാനാണ് അങ്ങനെ ഒരു ലൈൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ ഇഡിയംസ് എന്നാണ് പറയാ കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിയേ, ഹോൾഡ് യുവർ ടങ്ക് എന്ന് വെച്ചാൽ എന്താ, നിങ്ങളുടെ ടങ്ക് എടുത്ത് നിങ്ങൾ ഹോൾഡ് ചെയ്ത് കൈ പിടിച്ചിരിക്കാനാണോ പറയണത്? അല്ല. സ്റ്റേ സൈലന്റ് വെൻ യു വാണ്ട് ടു സേ സംതിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് സൈലന്റ് ആയിട്ട് ഇരിക്കൂ. ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കുക കേട്ടോ. ഐ വോണ്ടഡ് ടു ടെൽ ഹെർ ദ സീക്രട്ട് ബട്ട് ഐ ഹെൽഡ് മൈ ടങ്. എനിക്ക് അവളോട് ആ സീക്രറ്റ് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ എന്റെ ടങ് അവിടെ പിടിച്ചു വെച്ചു. എന്ന് വെച്ചാൽ ഞാൻ അവിടെ ആ സീക്രറ്റ് ആരോടും പറയാതെ കാത്തു സൂക്ഷിച്ചു വെച്ചു എന്നുള്ള മീനിങ്. അടുത്തത് സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മീനിങ് എന്താ, റിവീൽ എ സീക്രറ്റ്. ഒരു സീക്രറ്റ് നമ്മൾ പറയാം. ഓക്കെ, റിയ സ്പിൽ ദ ബീൻസ് അബൌട്ട് ദ സർപ്രൈസ് പാർട്ടി. അങ്ങനെ ആ സർപ്രൈസ് പാർട്ടിനെ പറ്റിയിട്ടുള്ള ആ ഒരു സീക്രറ്റ് അവിടെ റിവീൽ ചെയ്തു എന്ന് പറയാണ്. അടുത്തത് എ പീസ് ഓഫ് കേക്ക്, സംതിങ് വെരി ഈസി ടു ഡു. എന്തെങ്കിലും സിമ്പിൾ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യത്തിനാണ് എ പീസ് ഓഫ് കേക്ക് എന്ന് പറയാം. ദാറ്റ് മാത്സ് ടെസ്റ്റ് വാസ് എ പീസ് ഓഫ് കേക്ക്. ആ മാത്സ് എക്സാം ഒരു പീസ് ഓഫ് കേക്ക് ആയിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സിമ്പിൾ ആയിരുന്നു എന്നുള്ള അർത്ഥം. ഒരു ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. നെക്സ്റ്റ് വൺ, ദ ഐസിങ് ഓൺ ദ കേക്ക്, സംതിങ് ദാറ്റ് മേക്ക് എ ഗുഡ് സിറ്റുവേഷൻ ഈവൻ ബെറ്റർ. കുറച്ചും കൂടി ഒരു സിറ്റുവേഷനെ കുറച്ചും കൂടി നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റുക, അതാണ് ദ ഐസിങ് ഓൺ ദ കേക്ക് എന്ന് പറയുന്നത്. ദ പ്രൈസ് വാസ് ദ ഐസിങ് ഓൺ ദ കേക്ക്. പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രശംസ. ആ പ്രശംസ എന്ന് പറയുന്നത് ആ സിറ്റുവേഷനെ കുറച്ചും കൂടി മനോഹരാക്കി എന്നാണ് പറയുന്നത്, ഐസിങ് ഓൺ ദ കേക്ക്. ഇനി ഇതുപോലെ ഏതെങ്കിലും കുറച്ച് ഇഡിയംസും അതിന്റെ ഡെഫിനിഷനും അത് ഉപയോഗിച്ചുള്ള ഒരു സെന്റൻസും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്, അതൊരു ഇഡിയാണ്. അതിന്റെ മീനിങ് ടു ആക്സിഡന്റലി റിവീൽ എ സീക്രറ്റ്. നമ്മൾ ആക്സിഡന്റലി, മനഃപൂർവ്വമല്ല, പെട്ടെന്ന് അത് ആ സീക്രറ്റ് നമ്മൾ പറഞ്ഞു പോയി. പൂച്ച ചാക്കിന് പുറത്ത് ചാടി എന്നൊക്കെ പറയാറുണ്ട്. അന്ന് വെച്ചിട്ടുള്ള ഒരു സെന്റൻസ് നോക്കിയേ, ഹി ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് അബൌട്ട് ദ ഗിഫ്റ്റ്. ഗിഫ്റ്റിനെ പറ്റിയിട്ട് അവൻ എന്ത് ചെയ്തു, പെട്ടെന്ന് പറഞ്ഞു പോയി. അടുത്തത് വൺസ് ഇൻ എ ബ്ലൂ മൂൺ, സംതിങ് ദാറ്റ് ഹാപ്പൻ വെരി റയർലി. നമ്മൾ പറയില്ല ഇന്ന് മഴ പെയ്യും എന്നൊക്കെ പറയില്ലേ, അതുപോലെ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് നമ്മൾ പറയും. അപ്പൊ ഭയങ്കര റയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം. വി ഗോ ടു ദ അമ്യൂസ്മെന്റ് പാർക്ക് വൺസ് ഇൻ എ ബ്ലൂ മൂൺ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ ഭയങ്കര റയർ ആയിട്ടാണ് ഞങ്ങൾ അമ്യൂസ്മെന്റ് പാർക്കിൽ പോവാറ്. തേർഡ് വൺ, ദ ബോൾ ഈസ് ഇൻ യുവർ കോർട്ട്.
ബാക്കിയുള്ളത് എഴുതിയുള്ളത് വെട്ടിക്കളഞ്ഞോട്ടോ, അത് തെറ്റി അവിടെ വന്നിട്ടുള്ള കുറച്ച് ലെറ്റേഴ്സ് ആണ്. ദ ബോൾ ഈസ് ഇൻ യുവർ കോർട്ട് അവിടെ വരെയുള്ളൂ. ഇറ്റ്സ് യുവർ ടേൺ ടു ടേക്ക് ആക്ഷൻ ഓർ മേക്ക് എ ഡിസിഷൻ. അപ്പോൾ പന്ത് നിന്റെ ആ ഒരു ഗോളിലാന്ന് പറയുന്നതിന്റെ അർത്ഥം, കോർട്ടിലാണെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ഇനി നിന്റെ ആക്ഷൻ ആണ്, ഇപ്പൊ നിനക്ക് ഇനി എന്ത് വേണമെങ്കിലും ചെയ്യാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം എന്നുള്ളത്. ഐ ഹാവ് ഡൺ മൈ പാർട്ട്, നൗ ദ ബോൾ ഈസ് ഇൻ യുവർ കോർട്ട്. ഞാൻ എന്റെ ഭാഗം ചെയ്തു, ഇനി ഇത് നിന്റെ കോർട്ടിലാണ് ബോൾ, ഇനി നിനക്ക് ഇത് ഡിസിഷൻ എടുക്കാം, എന്ത് ആക്ഷൻ വേണമെങ്കിലും എടുക്കാം എന്ന് പറയാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 2 ആണ്. റീഡ് ദ ഫോളോയിങ് സെന്റൻസ് ഫ്രം ഇൻ ദ ആറ്റിക്. I played Chopin's Nocturne in C sharp minor. Let's listen to Nocturne by the renowned composer Frederick Chopin and John Field. Music evoked in us a range of emotion. Did the nocturnes you just listened to evoke in your any memory or association? You may use the space below to write a few words about it. അപ്പോൾ നമ്മൾ പറഞ്ഞു പിയാനിസ്റ്റിന്റെ കാര്യമൊക്കെ ഇൻഡാറ്റിക്കിൽ പറഞ്ഞില്ലേ, അപ്പൊ ആ ഒരു ടോണിനെയും അതുപോലെ അവർ യൂസ് ചെയ്യുന്ന ആ ഒരു ലൈൻസിന്റെ കാര്യമൊക്കെ പറയാണ്. ഓക്കെ, അപ്പൊ അത് ലിസൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നാ ചോദിച്ചിരിക്കുന്നത്, അത് എഴുതാനാണ് പറയുന്നത്. ദ നocturnes made me feel calm and peaceful. സമാധാനവും ശാന്തതയാണ് നൽകുന്നത്. ഇറ്റ് റിമൈൻഡഡ് മീ ഓഫ് ക്വയറ്റ് ഈവനിങ്. ഒരു ഈവനിങ്, അതും ഭയങ്കര നിശബ്ദമായിട്ടുള്ള വൈകുന്നേരത്തെ പറ്റിയിട്ടാണ് എന്നെ ഓർമ്മിപ്പിക്കുന്നത്. നocturne എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡ് ആണ്. ഓഫ് ദ നൈറ്റ് എന്നാണ് അതിനെ മീൻ ചെയ്യുന്നത്. അപ്പൊ ആ നൈറ്റിലുള്ള ഒരു കാംനെസ്, ശാന്തത, സമാധാനം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു മ്യൂസിക് ഒക്കെ കേൾക്കാം കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി 3. Pelayo also set up a rabbit warren. Guess the meaning of the above sentence. Pelayo created a place or area where rabbits live and breed. ആ റാബിറ്റ്സിന് വളരാനും അതുപോലെ അവർക്ക് ഇനി പുതിയ തലമുറകളൊക്കെ ബ്രീഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള പ്ലേസ് ഒരുക്കി എന്നാണ് സെറ്റപ്പ് എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പൊ ആ വേർഡ് അവിടെ എന്താ, ഫ്രേസൽ വേർബ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, സെറ്റ് അപ്പ്. അതിന്റെ അർത്ഥം ക്രിയേറ്റ് ചെയ്യുക എന്നാണ് അർത്ഥം, ഉണ്ടാക്കുക. അതുപോലെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്, അതിന്റെ മീനിങ്ങിനോട് യോജിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ബ്രിങ് അപ്പ്. ബ്രിങ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ടു ലുക്ക് ആഫ്റ്റർ എ ചൈൽഡ് അണ്ടിൽ ഇറ്റ് ഗ്രോസ് അപ്പ്. അത് വളരുന്നവരെ അതിനെ നോക്കുക, അതാണ് ബ്രിങ് അപ്പ് എന്നുള്ള മീനിങ്. സ്പീക്ക് അപ്പ്. ടു സ്പീക്ക് മോർ ലൗഡ്ലി ഓർ എക്സ്പ്രസ് വൺസ് ഒപ്പീനിയൻ ഫ്രാങ്ക്ലി. ഒരാളുടെ അഭിപ്രായം, അല്ലെങ്കിൽ ഒരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ ഉച്ചത്തിൽ സംസാരിക്കുക, അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻ വളരെ കറക്റ്റ് ആയിട്ട് പറയുക, അതിനാണ് സ്പീക്ക് അപ്പ് എന്ന് പറയുന്നത്. ഗിവ് അപ്പ്. ടു സ്റ്റോപ്പ് മേക്കിംഗ് ആൻ എഫേർട്ട്. ഒരു എഫേർട്ട്, നമ്മൾ എന്തെങ്കിലും ഒരു പ്രയത്നിച്ചുകൊണ്ടിരിക്കുക ഒരു കാര്യത്തിന്, അത് സ്റ്റോപ്പ് ചെയ്യാനാണ് ഗിവ് അപ്പ് എന്നുള്ള മീനിങ് വരുന്നത്. കോൾ അപ്പ്. ടു സമോൺ സംവൺ ഓർ കോണ്ടാക്ട് സംവൺ ഓവർ ദ ഫോൺ. ഒരാളെ കോണ്ടാക്ട് ചെയ്യാം നമ്മൾ. ഓക്കെ, കോളിലായിരിക്കാം, കോണ്ടാക്ട് വഴി ആയിരിക്കാം, അതാണ് കോൾ. നെക്സ്റ്റ് വൺ ടേൺ അപ്പ് ആണ്. ടു അറൈവ് ഓർ അപ്പിയർ. പ്രത്യക്ഷപ്പെടുക അല്ലെങ്കിൽ എത്തുക, എത്തിച്ചേരുക എന്നൊക്കെ മീനിങ്. ലുക്ക് അപ്പ്. ടു ഫൈൻഡ് ഓർ സെർച്ച്. തിരയുക എന്നുള്ള മീനിങ്, നമ്മളൊരു സാധനം തിരയുക, അങ്ങനെയൊക്കെയുള്ള ഒരു മീനിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ഡൗൺ സം ഫ്രേസൽ വേർബ് ഓൺ സ്ലിപ്സ് ഓഫ് പേപ്പർ ആൻഡ് ഫോൾഡ് ദം അപ്പ്. പ്ലേസ് ദം ഇൻ എ ബൗൾ. ഇതൊന്നുമില്ല, നമ്മളോട് കുറച്ച് ഇതുപോലുള്ള ഫ്രേസസ് ഒക്കെ എഴുതിയിട്ട് അതൊരു ബൗളിൽ ഇട്ടിട്ട് അതൊന്ന് ആക്ട് ചെയ്ത് കാണിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് ഒക്കെ ആൾക്ക് അത് പറയാൻ പറ്റണം, അങ്ങനെ ഒരു കളി കേട്ടോ. നെക്സ്റ്റ് സി എന്ന് പറയുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വേർബ് ചൂസിങ് ഫ്രം ദോസ് ഗിവൻ ഇൻ ദ ബോക്സ്. ബോക്സിൽ കുറച്ച് ഫ്രേസൽ വേർബ് തന്നിട്ടുണ്ട്, അതിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് നമ്മൾ എഴുതുക കേട്ടോ. നോക്കാം. A large number of curious onlookers dash at Pelayo's house to watch a glimpse of the mysterious old man with enormous wings. അപ്പൊ നമുക്ക് പെലായോയുടെ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വലിയ വിങ്സ് ഒക്കെ ഉള്ള, എനോർമസ് എന്ന് പറഞ്ഞാൽ എന്താ, വലിയ വിങ്സ് ഒക്കെ ഉള്ള ഒരു മാൻ വന്നിട്ട് അദ്ദേഹത്തെ നോക്കാനായിട്ട് ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആകാംക്ഷയോട് കൂടിയിട്ട്. അപ്പോൾ ഓൺ ലുക്കേഴ്സ് ഡാഷ്ഡ് അറ്റ്. അപ്പൊ എന്താ ചെയ്യുന്നത്, അവര് നോക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ ടേൺഡ് അപ്പ് എന്നുള്ളത് നമ്മൾ എഴുതും. ടേൺ അപ്പ് എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത്, പക്ഷെ ഇത് ഉണ്ടായി കഴിഞ്ഞ കാര്യം, പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ടേൺഡ് അപ്പ്. ദേ ഡാഷ് സ്റ്റോറീസ് അബൌട്ട് ഹിം ആൻഡ് അനോയ്ഡ് ഹിം ബൈ ത്രൂയിങ് സ്റ്റോൺ ആൻഡ് പീസ് ഓഫ് ഫുഡ് അറ്റ് ഹിം. അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് ശല്യം ചെയ്തുകൊണ്ടിരുന്നു, അതാണ് അനോയ്ഡ്. അപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം, അപ്പൊ എന്താ വരിക, മേക്കപ്പ് എന്ന് അതിൻ്റെ ഉള്ളിലുണ്ട്, നമ്മൾ മെയ്ഡ് അപ്പ് എന്ന് എഴുതും. എങ്ങനെയാണ് അനോയ് ചെയ്തത്, കുറെ സാധനങ്ങളൊക്കെ എറിഞ്ഞും അതുപോലെ ഫുഡ് പദാർത്ഥങ്ങളൊക്കെ എറിഞ്ഞിട്ട്. ഇനി ദേ ഡിഡ് എവറിത്തിങ് ദേ കുഡ് ടു മേക്ക് ദ മാൻ ഡാഷ്. അപ്പോൾ ആളെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്തു. അപ്പൊ എഴുന്നേൽപ്പിക്കുക എന്നുള്ള മീനിങ് എന്താ, ഗെറ്റ് അപ്പ്. ആസ് ദ ഓൾഡ് മാൻ ഷോഡ് നോ ഇൻട്രസ്റ്റ് ദേ ഡാഷ് ഐഡിയ ആൻഡ് ലെഫ്റ്റ്. അപ്പൊ ആ ഓൾഡ് മാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, ഒരു പ്രതികരണ ശേഷിയും ഇല്ല. അപ്പൊ അവരെന്തു ചെയ്തു, അവരവരുടെ ആ ഒരു ഐഡിയ ഒക്കെ മാറ്റിയിട്ട് പോയി, വേണ്ടെന്ന് വെച്ചു പോയി. വേണ്ടെന്ന് വെക്കുക എന്നുള്ളതിന്റെ മീനിങ് എന്താ, ഗേവ് അപ്പ്. ഗിവ് അപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്, കഴിഞ്ഞ കാര്യമായതുകൊണ്ട് ഗേവ് ആയി, ഗിവ് ഗേവ് ആയി. Look at the dictionary and make a list of phrasal verbs beginning with get and note their meaning. Get വെച്ച് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യണ ഫ്രേസൽ വേർബ്സ് എഴുതുക, അതിന്റെ മീനിങ്ങും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ, ഡിക്ഷണറിയിൽ നോക്കിയിട്ട്.
ഇവിടെ ഞാനൊരു 12 ഫ്രേസൽ വെർബ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് വൺ ഗെറ്റ് അക്രോസ്, ഗോ ഫ്രം വൺ സൈഡ് ടു അനദർ, ഒരു സൈഡിൽ നിന്ന് വേറൊരു സൈഡിലേക്ക് പോവുക, അതാണ് ഗെറ്റ് അക്രോസ് എന്ന് പറയുക, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളൊരു അർത്ഥം. ഗെറ്റ് അലോങ്, ടു ഹാവ് എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് എ പേഴ്സൺ, ഒരു പേഴ്സൺ ആയിട്ട് നല്ലൊരു ബന്ധം പുലർത്തുക, അതാണ് ഗെറ്റ് അലോങ്. ഗെറ്റ് അറൗണ്ട്, മാനേജ് ടു ഗോ പ്ലേസസ് ഫിസിക്കലി, ഒരാള് അവര് തന്നെയായിട്ട് ഒരു സ്ഥലത്തേക്ക് പോവാം, ഫിസിക്കലി എന്ന് പറയുമ്പോൾ അവർ അങ്ങോട്ട് പോവാം. കംപ്ലീറ്റ് എ ഡിഫിക്കൽട്ട് ടാസ്ക്, ഒരു വലിയ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക, അതിനൊക്കെ ഗെറ്റ് അറൗണ്ട് എന്ന് പറയും. ഇനി ഗെറ്റ് അവേ, എസ്കേപ്പ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. എന്താ എസ്കേപ്പ്. അടുത്തത് ഗെറ്റ് അവേ വിത്ത്, ഡു സംതിങ് റോങ് ഓർ ബാഡ് ബട്ട് യു എസ്കേപ്പ് ദ കോൺസിക്വൻസ്. ഗെറ്റ് അവേ വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റോ അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള കാര്യമോ ചെയ്തു, പക്ഷെ നിങ്ങൾ ആ ഒരു കോൺസിക്വൻസ് നിങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ടു. ഗെറ്റ് ബാക്ക്, റിട്ടേൺ, നിങ്ങളോട് പറയാണ് ഗെറ്റ് ബാക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിർത്തി റിട്ടേൺ ചെയ്യുക, തിരിച്ചു വരിക. ഗെറ്റ് ബാക്ക് അറ്റ് സംവൺ, ഗെറ്റ് റിവെഞ്ച്. ഗെറ്റ് ബാക്ക് അറ്റ് സംവൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് അവരോട് നീ എന്ത് ചെയ്യണം, റിവെഞ്ച് എടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി ഗെറ്റ് ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഫെയിൽ ടു അക്കംപ്ലിഷ് ആൻ എക്സ്പെക്റ്റഡ് ഷെഡ്യൂൾ, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാന്നൊക്കെ അവിടെ മീനിങ് ഉണ്ട്. എന്ന് വെച്ചാൽ എന്താ പറയുന്നത്, ഗെറ്റ് ബിഹൈൻഡ്, നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു ഷെഡ്യൂള് നമുക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക. ഗെറ്റ് ബൈ എന്ന് വെച്ചാൽ സർവൈവ് ചെയ്യുക, ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, അതിജീവിച്ച് വരികയാണ്. ഗെറ്റ് ഡൗൺ, മൂവ് ഡൗൺ ഫിസിക്കലി, ബിക്കം സാഡ് ഓർ ഡിപ്രസ്ഡ്, നമ്മൾ ഫിസിക്കലി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, നമ്മൾ ശാരീരികമായി എന്നുള്ളൊരു ഉദ്ദേശമാണ് വരുന്നത്. അപ്പൊ നമ്മൾ സങ്കടത്തോടു കൂടി ഡിപ്രസ്ഡ് ആയിട്ട് നമ്മൾ അവിടെ വീഴുക. ഗെറ്റ് ഇൻ, മാനേജ് ടു ഗോ ഇൻസൈഡ്, ഉള്ളിലേക്ക് പോവാൻ മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ ഗെറ്റ് ഇൻ എന്ന് പറയുമ്പോൾ എത്തി എന്നുള്ളൊരു മീനിങ്. ഗെറ്റ് ഇൻ ടു, അഡ്മിറ്റർ ഓർ ഇൻട്രസ്റ്റഡ് ഓർ ഇൻവോൾവ്ഡ് ഇൻ സംതിങ്. ഇൻവോൾവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഉൾപ്പെടുത്തുക, എന്തെങ്കിലും ഒരു കാര്യത്തിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയുക, അല്ലെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്യുക. ഗെറ്റ് ഇൻ ടു എന്നാണ് അതിന് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇനിയും അതിൽ ഗെറ്റ് വെച്ചിട്ട് ഒരുപാട് ഡിക്ഷണറിയിൽ വേർഡ്സ് കിട്ടും. നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ള ഏതെങ്കിലും 4-5 ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. 12 നമ്പേഴ്സ് അല്ല, ആക്ച്വലി ഞാനിവിടെ 20 നമ്പേഴ്സോളം കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ അതിൽ ഇഷ്ടമുള്ളത് നോക്കിയിട്ട് ഒന്ന് ജസ്റ്റ് പഠിച്ചു വെക്കുക. ഇതിലെല്ലാം മീനിങ്ങും പറയുന്നില്ല, എല്ലാം കൊടുത്തിട്ടുണ്ട്, നിങ്ങളതൊന്ന് നോക്കുക. ഗെറ്റപ്പ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഗെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, വേക്കപ്പ്, എണീക്കുക. ഗെറ്റ് ഔട്ട് നിങ്ങൾക്ക് അറിയാം, ഒരു സ്ഥലത്ത് നിന്ന് നമ്മളോട് പുറത്തു പോകാൻ പറയാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യു ഷുഡ് ഹൈഡ് ഇൻ ദ ലോഫ്റ്റ്. നീ ലോഫ്റ്റിൽ എന്തായാലും എന്ത് ചെയ്യണം, ഹൈഡ് ചെയ്യണം. യു മസ്റ്റ് ഹാങ് ഓൺ, ഡു യു ഹിയർ. യു മസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്ട്രോങ് കമന്റ് ആണ് പറയുന്നത്. നീ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കണം എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നീ ഇതിൽ പിടിച്ചു നിൽക്കണം, അത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പൊ മസ്റ്റ് എന്ന് പറയുമ്പോൾ സ്ട്രോങ് ആയിട്ടൊരു കമന്റ് പറയും, നീ ചെയ്തിരിക്കണം. ഷുഡ് എന്ന് പറയുമ്പോൾ ഒരു സജഷൻ പറയാണ്, നീ ഒരു അഡ്വൈസ് ആയിട്ട് കൊടുക്കുക, നീ ഈ ലോഫ്റ്റിൽ ഹൈഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ. മസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കമാൻഡ് ആണ്. ഷുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സജഷൻ, അങ്ങനെ നമ്മളൊരു അഡ്വൈസ് കൊടുക്കുക, നീ ഇങ്ങനെ ചെയ്തോളോ, അങ്ങനെ ആക്കിക്കോളോ എന്നൊക്കെ പറഞ്ഞിട്ട്. ലുക്ക് അറ്റ് ദി യൂസ് ഓഫ് ഷുഡ് ആൻഡ് ആൻസർ ഇൻ ദ അബവ് സ്റ്റേറ്റ്മെന്റ്, നമുക്ക് മനസ്സിലായല്ലോ. ഇനി വാട്ട് ഡു യു തിങ്ക് ദ വേർഡ് കൺവേ. ദ വേർഡ് ഷുഡ് ഗിവ്സ് അഡ്വൈസ് ഓർ സജഷൻ while must shows a strong command or necessity. In the first statement, the soldier instruct the pianist to hide in the loft. ആദ്യത്തേല് യു ഷുഡ് ഹൈഡ് ഇൻ ദ ലോഫ്റ്റ്, നീ ആ ലോഫ്റ്റില് ഒളിച്ചിരുന്നോളോ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഇൻസ്ട്രക്ഷൻ ആണ് കൊടുക്കുന്നത്, പുതിയൊരു അറിവാണ് കൊടുക്കുന്നത്, ഒരു അഡ്വൈസ് ആണ്, ഉപദേശമാണ് കൊടുക്കുന്നത്. എന്നാൽ രണ്ടാമത്തേൽ അദ്ദേഹം അവിടെ കമന്റ് ചെയ്യാണ്. സെക്കൻഡ് ഇസ് എ സ്ട്രോങ് റെക്കമെൻഡേഷൻ ടു റിമൈൻ ഹോപ്പ്ഫുൾ. ആളോട് പറയുന്നത് നീ ഹോപ്പോട് കൂടിയിട്ട്, ഹാങ് ഓൺ എന്ന് പറഞ്ഞാൽ നീ ഇവിടെ നിന്നോളോ എന്ന് പറയുന്നുണ്ട്, പ്രതീക്ഷയോട് കൂടി നിന്നോളോ. അത് ആളോട് പറയുന്ന ഒരു കമാൻഡ് ആണ്, അല്ലെങ്കിൽ ചെയ്തോളോ ആക്കിക്കോളോ എന്നല്ല, അവിടെ നിൽക്കണം എന്നുള്ളൊരു ഫീലിലാണ് പറയണത്. ഇനി ഇതിലെ ബി പാർട്ട്, നൗ ഹൗ വുഡ് യു അഡ്വൈസ് ദ പിയാനിസ്റ്റ് ഗിവൻ ഹിസ് സിറ്റുവേഷൻ. യൂസ് ഷുഡ് നോട്ട്, മസ്റ്റ് നോട്ട്. അപ്പോൾ നിങ്ങളാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു അഡ്വൈസ് കൊടുക്കുക, നിങ്ങൾക്ക് ഷുഡ് യൂസ് ചെയ്യാം, ഷുഡ് നോട്ട് യൂസ് ചെയ്യാം, മസ്റ്റ് യൂസ് ചെയ്യാം, മസ്റ്റ് നോട്ട് യൂസ് ചെയ്യാം. മസ്റ്റ് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, യു മസ്റ്റ് കീപ് യുവർ സെൽഫ് വാം. നീ എന്തായാലും നീ ഒരു ചൂട് എന്ന് വെച്ചാൽ യുവർ സെൽഫ് വാം എന്ന് പറയുമ്പോൾ തണുത്തായിട്ടുള്ള ഒരു സ്ഥലമല്ലേ, അപ്പൊ നീ അവിടെ നിന്ന് യുവർ സെൽഫ് വാം ആയിട്ട് കീപ്പ് ചെയ്തോളാം. ഇപ്പൊ നമ്മൾ പറയില്ലേ, കൈയൊക്കെ ചൂടാക്കി കാലൊക്കെ ചൂടാക്കി, അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ ഇരുന്നോളോ എന്ന് പറയാണ്. അല്ലെങ്കിൽ അവന്റെ സിറ്റുവേഷനെ പറയുന്നതായിരിക്കാം നീ ഓക്കെ ആയിട്ട് ഇരുന്നോളോ എന്നുള്ളത്. യു മസ്റ്റ് നോട്ട് മേക്ക് എനി നോയ്സ്. അപ്പൊ അവിടെ പറയുന്നുണ്ട് നീ ഒരിക്കലും വോയിസ് ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. യു ഷുഡ് ബി കെയർഫുൾ. യു ഷുഡ് ബി കെയർഫുൾ എന്ന് പറയുമ്പോൾ അഡ്വൈസ് കൊടുക്കുകയാണ്. മറ്റേതൊക്കെ എന്താണ്, അവിടെ കമന്റ് പോലെ പറയാണ്, നീ എന്തായാലും ഇങ്ങനെ ചെയ്തോളോ. മറ്റേത് എന്താ, അടുത്ത ഷുഡ് യൂസ് ചെയ്യുമ്പോൾ എന്താ, അഡ്വൈസ് കൊടുക്കുകയാണ്, ഉപദേശം കൊടുക്കുകയാണ്, നീ കെയർഫുൾ ആയിട്ട് ഇരുന്നോളോ. യു ഷുഡ് നോട്ട് മൂവ് ഔട്ട് ഓഫ് ദ ലോഫ്റ്റ്. ഈ ഒരു ലോഫ്റ്റിന് തട്ടിന് പുറത്തുനിന്ന് പുറത്തേക്ക് നീ മൂവ് ചെയ്യരുത് എന്ന് പറയാം, അവിടെയും ഒരു അഡ്വൈസ് ആണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമുക്കിവിടെ ഒരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട്, ജർമ്മൻ ഓഫീസറും പിയാനിസ്റ്റും തമ്മിലുള്ള കേട്ടോ. ഓഫീസർ, യു ഷുഡ് ബി കെയർഫുൾ, സ്റ്റേ ഇൻ ദ ലോഫ്റ്റ് ആസ് ലോങ് ആസ് യു ക്യാൻ. നീ കെയർഫുൾ ആയിട്ട് ഇരുന്നോളോ, നീ എത്രത്തോളം സമയം നിനക്ക് ഈ ഒരു തട്ടിന് പുറത്ത് ഇരിക്കാൻ പറ്റുമോ അത്രത്തോളം നീ അവിടെ ഇരിക്കണം.
പിയാനിസ്റ്റ് യെസ് സർ ബട്ട് ഐ ഡിഡ് ലൈക്ക് ടു നോ വൈ യു ആർ സോ കൈൻഡ് ടു മീ. അങ്ങനെ ഞാൻ ഇരിക്കാം സർ, പക്ഷെ എനിക്ക് അറിയണം താങ്കൾ എന്താണ് എന്നോട് ഇത്രയും കരുണയോടുകൂടി സംസാരിക്കുന്നത്. ഓഫീസർ ഐ ഫെൽറ്റ് ഐ ought to have helped more people. It could have made a great difference. എനിക്ക് കൂടുതൽ ആളുകളെ സഹായിക്കേണ്ടതായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അത് വലിയ മാറ്റം ഉണ്ടാക്കുമെന്ന്. അപ്പൊ പിയാനിസ്റ്റ് പറയാണ് യു മേ നോട്ട് തിങ്ക് സോ ബട്ട് യു ആർ ഡൂയിങ് ഇറ്റ് നൗ സർ. അപ്പൊ പിയാനിസ്റ്റ് പറയാണ് നിങ്ങൾ അങ്ങനെ കരുതില്ല, അല്ലെങ്കിൽ കരുതേണ്ട ആവശ്യമില്ല, പക്ഷെ നിങ്ങളിപ്പോ ഇത് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്തില്ലേ, ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യണമായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് ഒരുപാട് ഡിഫറൻസ് ഉണ്ടാക്കിയിരുന്നു അദ്ദേഹം പറയാം. അപ്പൊ പറയാണ് കുഴപ്പമില്ല, താങ്കൾ എന്നെ ഇപ്പൊ ഹെൽപ്പ് ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കാം. യെസ് ഐ അണ്ടർസ്റ്റാൻഡ് ബട്ട് ഐ സ്റ്റിൽ തിങ്ക് യു ഷുഡ് ലീവ് വാസു ആസ് സൂൺ ആസ് പോസിബിൾ. ഞാനിപ്പോ വിചാരിക്കുന്നത് എന്താണ്, അതെ എല്ലാം മനസ്സിലായി എനിക്ക്, പക്ഷെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ വിട്ടു പോകണം എന്ന് പറയുന്നുണ്ട്. പിയാനിസ്റ്റ് പറയുന്നുണ്ട് ഐ വുഡ് ഇഫ് ഐ ഗെറ്റ് എ ചാൻസ് ബട്ട് ഫോർ ദ മൊമെന്റ് ഐ മസ്റ്റ് ഹൈഡ്. എനിക്കൊരു ചാൻസ് കിട്ടിയാൽ ഞാൻ എന്തായാലും പോകും, പക്ഷെ ഈ ഒരു മൊമെന്റിൽ എനിക്ക് ഇവിടെ ഒളിച്ചിരുന്നേ പറ്റുള്ളൂ. അപ്പൊ ഓഫീസർ പറയുന്നുണ്ട് ഐ വിൽ ട്രൈ ടു ഫൈൻഡ് യു എ വേ ഔട്ട്. നിനക്ക് പുറത്തു പോകാനുള്ള ഒരു വഴി ഞാൻ നോക്കാം. യു മസ്റ്റ് ട്രസ്റ്റ് മീ. ഡു യു ഹിയർ? നീ എന്നെ വിശ്വസിക്കണം. നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കാം. പിയാനിസ്റ്റ് കുഡ് യു ഗെറ്റ് മീ സംതിങ് ടു ഇറ്റ്? എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓഫീസർ ഐ വിൽ സർട്ടൻലി. യു മസ്റ്റ് സ്റ്റേ ഇൻ ദ ലോഫ്റ്റ് അണ്ടിൽ ഐ കം. നീ ഈ ഒരു തട്ടിന് പുറത്ത് തന്നെ നിൽക്കണം ഞാൻ വരുന്നത് വരെ. പിയാനിസ്റ്റ് താങ്ക് യു ഓഫീസർ എന്ന് പറയുന്നുണ്ട്. ഓഫീസർ യു ആർ വെൽക്കം, സ്റ്റേ സേഫ് എന്ന് പറയുന്നുണ്ട്. നൗ പിക്ക് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ കോൺവെർസേഷൻ അബൌട്ട് ദറ്റ് ഡിനോട്ട് ദ ഫോളോയിങ് ഫംഗ്ഷൻ. താഴെ തന്നിരിക്കുന്ന ഫംഗ്ഷൻസ് ഒക്കെ ഡിനോട്ട് ചെയ്യണത് ഏതൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ വൺ അഡ്വൈസ് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ. യു ഷുഡ് ബി കെയർഫുൾ എന്ന് പറയുന്നുണ്ട്. അതൊരു ഉപദേശമാണ്, റെക്കമെൻഡേഷൻ ആണ്. ഇനി മോറൽ ഒബ്ലിഗേഷൻ സൈഡിൽ തന്നിരിക്കുന്നത് നോക്കുക. ഐ ഫീൽ ഐ ought ടു ഹാവ് ഹെൽപ്ഡ് മോർ പീപ്പിൾ. ധാർമ്മിക ബോധ്യം എന്നാണ് മോറൽ ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞ മീനിങ് കേട്ടോ. ഐ ഫീൽ ഐ ought ടു ഹാവ് ഹെൽപ്ഡ് മോർ പീപ്പിൾ. എനിക്ക് കുറെ പേരും കൂടി ഞാൻ ഹെൽപ്പ് ചെയ്യണമായിരുന്നു എന്നുള്ള ബോധം. ഓക്കെ. അടുത്തത് ഇന്റൻഷൻ ഓർ ഫ്യൂച്ചർ ആക്ഷൻ. ഇനി വരാൻ പോണ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ആളുടെ ഒരു ഇന്റൻഷൻ എന്തായിരുന്നു. ഐ വിൽ ട്രൈ ടു ഫൈൻഡ് യുവർ വേ ഔട്ട്. നിനക്ക് പുറത്ത് കടക്കാനുള്ള വഴി ഞാൻ എന്തായാലും നോക്കും. അതാണ് അദ്ദേഹത്തിന്റെ ഇന്റൻഷൻ, ഉദ്ദേശം എന്ന് പറയുന്നത്. ആ ഉദ്ദേശം എന്ന് പറയുന്നത് വരാൻ പോകുന്ന ഒരു ആക്ഷൻ ആണ്. അടുത്തത് ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ നെസസിറ്റി. പെട്ടെന്ന് നടത്തേണ്ട ഒരു കാര്യം. സ്റ്റേ ഇൻ ദ ലോഫ്റ്റ് ആസ് ലോങ് ആസ് യു ക്യാൻ. അത് എന്തായാലും ചെയ്യേണ്ട ഒരു കാര്യമാണ്, കമന്റ് പോലെ. അപ്പോൾ അയാളോട് പറയുന്നുണ്ട് ലോഫ്റ്റിൽ നീ എത്രത്തോളം ഇരിക്കാൻ പറ്റും അത്രത്തോളം ഇവിടെ തന്നെ ഇരിക്കണം. ബട്ട് ഫോർ ദ മൊമെന്റ് ഐ മസ്റ്റ് ഹൈഡ്. പിന്നെ ആള് പറയുന്നുണ്ട് എന്താണ്, ഈ ഒരു സമയത്ത് ഞാൻ ഇവിടെ ഹൈഡ് ചെയ്തോളാം. യു മസ്റ്റ് സ്റ്റേ ഇൻ ദ ലോഫ്റ്റ് അണ്ടിൽ ഐ കം. ഞാൻ വരുന്നത് വരെ നീ ഇവിടെ നിന്ന് ഇരിക്കണം എന്ന് പറയുന്നുണ്ട്. അതൊക്കെ എന്താണ്, നെസസിറ്റി, അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തത് എബിലിറ്റി, കഴിവെന്താ. ഐ വിൽ സെർട്ടൻലി. ആള് പറയുന്നുണ്ട് ഞാൻ ശ്രമിക്കാം. അത് അദ്ദേഹത്തിന്റെ ഒരു കഴിവാണ് പറയുന്നത്, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇനിയിപ്പോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, മോഡൽസ് ആണ്. ദ വേർബ് ക്യാൻ, കുഡ്, ഷാൾ, ഷുഡ്, വിൽ, വുഡ്, മേ, മൈറ്റ്, മസ്റ്റ് ആൻഡ് ought ആർ മോഡൽ ഓക്സിലറി വെർബ്. ഇപ്പൊ നമ്മൾ പറയുന്നതൊക്കെ മോഡൽ ഓക്സിലറി വെർബ്സ് ആണ്. ദേ എക്സ്പ്രസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് സച്ച് ആസ് പോസിബിലിറ്റി, എബിലിറ്റി, ഒബ്ലിഗേഷൻ, പ്രിഡിക്ഷൻ, പെർമിഷൻ, നെസസിറ്റി. ഇപ്പൊ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും മൊത്തത്തിൽ പറയുന്നതാണ് എന്ത്, മോഡൽസ് എന്നുള്ളത്. ഇവിടെ അത് മുകളിൽ പറയുന്നുണ്ട്. അടുത്തത് റീഡ് ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ് കോൺവെർസേഷൻ ബിറ്റ്വീൻ പെലായോ ആൻഡ് എലിസൻഡ ഫ്രം എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. അതിലെ ഒരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട്, അതിൽ കറക്റ്റ് ആയിട്ടുള്ള വേർഡ് ചൂസ് ചെയ്ത് എഴുതുക. ഇപ്പൊ നമ്മൾ ഷുഡും വില്ലും മസ്റ്റും ഒക്കെ പഠിച്ചില്ലേ, അത് വെച്ചിട്ട്. പെലായോ വി ഡാഷ് ട്രൈ ടു ഹെൽപ്പ് ദ ഓൾഡ് മാൻ. വി ഷുഡ് ട്രൈ ടു ഹെൽപ്പ് ദ ഓൾഡ് മാൻ. നമ്മൾ എന്തായാലും ഹെൽപ്പ് ചെയ്യണമെന്നാ പറയണത്. ഓക്കെ. എലിസൻഡ ദാറ്റ്സ് റൈറ്റ് ഡാഷ് യു ഹെൽപ്പ് മീ ക്ലീൻ ഹിസ് വിങ്സ്. ആളുടെ വിങ്സ് ഹെൽപ്പ് ചെയ്യാൻ എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വരാൻ പോകുന്ന കാര്യം, സഹായിച്ചിട്ടില്ലേ അതുവരെ. അപ്പൊ വിൽ വന്നു. ഓഫ് കോഴ്സ് വി ഡാഷ് ബി കെയർഫുൾ. വി ഡാഷ് നോട്ട് ഹർട്ട് ദ ഓൾഡ് മാൻ. ഓഫ് കോഴ്സ് വി ought ബി കെയർഫുൾ. നമ്മൾ ഹെൽപ്പ് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ കെയർഫുൾ ആകണമായിരുന്നു. വി ഡാഷ്, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആളെ ഹേർട്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ അത് ഒരു കമന്റ് പോലെ എന്തായാലും ചെയ്യേണ്ട കാര്യമാണ് പറയണത്. അപ്പൊ വി മസ്റ്റ് വന്നു. ഡാഷ് വി കീപ് ദ ഹിം ഇൻഡോർസ്. ആള് നമ്മൾ അകത്തുള്ള സ്ഥലങ്ങളിൽ വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് വിടാതെ അകത്ത് തന്നെ വെക്കുക. അപ്പോ ഷുഡ്, വില്ലല്ല. വിൽ വി കീപ് എന്ന് വെച്ചാൽ ഫ്യൂച്ചർ ആക്ഷൻ പറയണം, അതല്ല. ഷുഡ് വി കീപ് ഹിം ഇൻഡോർസ്. ആളെ നമുക്ക് ഈ ഒരു ഇൻഡോർസിൽ വെച്ചാലോ, അത് അവിടെ ഒരു അഡ്വൈസ് ചോദിക്കുകയാണ്, അങ്ങനെ ചെയ്താലോ എന്നുള്ളത്. അപ്പൊ ഷുഡ് വന്നു. ഹി മൈറ്റ് ഫ്ലൈ അവേ. അപ്പോ അദ്ദേഹം ചിലപ്പോൾ പറന്നു പോയാലോ എന്ന് പറയുന്നുണ്ട്. ഹി ഡാഷ് ഫ്ലൈ. അപ്പോ ഹി ഡാഷ് ഫ്ലൈ. ഹി മസ്റ്റ് വെയിറ്റ് ടിൽ ദ ഹീൽസ്. അത് ഉണങ്ങുന്ന വരെ ആളവിടെ ഇരിക്കും. അപ്പൊ ആള് പറക്കില്ല. അപ്പൊ ഹി കാണ്ട് ഫ്ലൈ എന്നാണ് പറയാ, ആൾക്ക് പറക്കാനാവില്ല. ഹി ഷുഡിന്റെ അല്ല വരിക, ഹി കാണ്ട് ഫ്ലൈ. ക്ലിയർ ആയല്ലോ. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ 4-5 വട്ടം ഇതിലൂടെ ഒന്ന് കടന്നു പോകുക. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ആ വേർഡ്സിന്റെ മീനിങ് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ അവിടെ എന്ത് വരും എന്നുള്ള അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ.
ഇവിടെ ought എന്നുള്ള മീനിങ് എന്തിനു വേണ്ടിയിട്ടാ? ആവശ്യമായി വരും, വേണം, അങ്ങനെ ചെയ്യണം, അങ്ങനെയുള്ള ഒരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത് ഓഫ് കോഴ്സ് വി ought ബി കെയർഫുൾ, നമ്മൾ കുറച്ചും കൂടി കെയർഫുൾ ആവണം, അങ്ങനെയുള്ള മീനിങ്സിൽ ought വരും. Next activity, read the sentence given below. Elisenda bought some pumps with heel and many dresses of silk. Now read the sentence again. Elisenda bought some satin pumps with high heels and many dresses of iridescent silk. What changes do you notice in the second sentence? The second sentence provides more descriptive details about the items Elisenda bought. For pumps, the word satin is added to describe the material. പംപ്സ് എന്ന് പറയുമ്പോൾ സാറ്റിൻ എന്നുള്ള വാക്ക് യൂസ് ചെയ്തു അതിനൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹീൽസ് എന്ന് പറയുമ്പോൾ ഹൈ ഹീൽസ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഹൈ എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. സിൽക്ക് എന്നുള്ള വേർഡിന് വേണ്ടിയിട്ട് ഇറിഡസെന്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. എന്ന് പറയുമ്പോൾ ഒന്ന് മിന്നി മിന്നി മറയുന്ന അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചു. അപ്പോൾ ഇതെല്ലാം അതിന്റെ അപ്പിയറൻസിനെ കാണിക്കുക. ഒന്നിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി വേറൊരു വാക്കിനെ ഉപയോഗിക്കുന്നതിന് നമ്മൾ എന്താ പറയുക? അതിനെ നമ്മൾ പറയുന്ന പേരാണ് adjective എന്നുള്ളത്. Given below are a few phrases from the story. Underline the word similar to the one in the above example. മുകളിൽ എക്സാമ്പിളിൽ കണ്ട പോലെ താഴെയുള്ള വാക്കുകളിലെ അണ്ടർലൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്, ഇൻവാലിഡ്, ഭാഗ്യവശാൽ അല്ല, ഫോർച്ചുനേറ്റ് എന്ന് വെച്ചാൽ ഭാഗ്യം, അൺഫോർച്ചുനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നിർഭാഗ്യവശാലുള്ള ഇൻവാലിഡ്സ്. ക്യാപ്റ്റിറ്റീവ് ഏഞ്ചൽ, ഏഞ്ചലിനെ തടവിലാക്കുക. അപ്പൊ ഏഞ്ചലാണ് കഥാപാത്രം, അതിനെ എന്ത് ചെയ്തു? തടവിലാക്കുക. സൂപ്പർ നാച്ചുറൽ വിർച്യു, സിനൽ വൾച്ചർ. അപ്പൊ ആ വാക്കുകളൊക്കെയാണ് അവിടെ എന്ത് വരുന്നത്? അഡ്ജക്റ്റീവ് വരുന്നത്. സിനൈൽ എന്താ? വാർദ്ധക്യം ബാധിച്ച. സൂപ്പർ നാച്ചുറൽ എന്താ? അമാനുഷികമായിട്ടുള്ള കഴിവുള്ള എന്നുള്ള അർത്ഥം. ക്യാൻ യു ഐഡന്റിഫൈ ദ ഫംഗ്ഷൻ ഓഫ് ദ അണ്ടർലൈൻ വേർഡ്? വാട്ട് ഡു ദേ ടെൽ us അബൌട്ട് ദ നൗൺസ്? അപ്പൊ എന്താണ് ആ വേർഡ്സിന്റെ പ്രത്യേകത? ദ അണ്ടർലൈൻ വേർഡ്സ് ആർ അഡ്ജക്റ്റീവ്. ദേ ഡിസ്ക്രൈബ് ഓർ മോഡിഫൈ ദ നൗൺ. നൗൺസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ, വിശദീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒന്നും കൂടി മോഡിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇൻവാലിഡ്, ഏഞ്ചൽ, വൾച്ചർ, വിർച്ചു ഇതിനൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്യാനുള്ള വാക്കാണ് ഞാൻ അവിടെ റെഡ് മാർക്കിൽ കൊടുത്തിരിക്കുന്നത്. പ്രൊവൈഡിങ് മോർ സ്പെസിഫിക് ഇൻഫോർമേഷൻ അബൌട്ട് ദർ ക്വാളിറ്റി, സ്റ്റേറ്റ് ഓർ ക്യാരക്ടറിസ്റ്റിക്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക് എങ്ങനെയാണ്, അതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ്, അത് ഏത് സ്റ്റേറ്റിലാണുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു. ദേ ആഡ് ഡീറ്റെയിൽ ആൻഡ് പെയിന്റ് എ ക്ലിയർ പിക്ചർ ഫോർ ദ റീഡർ. ആൾക്കാർക്ക് നല്ല രീതിയിൽ മനസ്സിലാവാനുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. അത് മാത്രമല്ല കറക്റ്റ് ആയിട്ടൊരു പിക്ചറാണ് നമുക്ക് തരിക. നെക്സ്റ്റ് വൺ, ബോക്സിൽ ഒരുപാട് ഫ്രേസസ് കൊടുത്തിട്ടുണ്ട്. അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നമ്മൾ ബ്ലാങ്ക്സിൽ ഫില്ല് ചെയ്യാം. ഫസ്റ്റ് വൺ അവിടെ കൊടുത്തിട്ടുണ്ട്, ഡിഡ് യു ഹിയർ എനി അൺയൂഷ്വൽ നോയ്സ്? എന്തെങ്കിലും യൂഷ്വൽ അല്ലാത്ത, പതിവില്ലാത്ത എന്തെങ്കിലും നോയ്സസ്, ശബ്ദങ്ങൾ കേട്ടോ എന്ന് ചോദിക്കുന്നു. നെക്സ്റ്റ് വൺ, പലായോ ടുക്ക് ഡാഷ് ടു പുൾ ദ ഓൾഡ് മാൻ ഔട്ട് ഓഫ് ദ മഡ്. മഡിൽ നിന്ന് ഓൾഡ് മാൻ എടുക്കാൻ എന്താണ് അവിടെ പലായോ എടുത്തത്? ട്രമൻഡസ് എഫേർട്ടാണ്. ട്രമൻഡസ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ വലിയ അല്ലെങ്കിൽ വമ്പിച്ച. എഫേർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ വമ്പിച്ച അല്ലെങ്കിൽ വളരെ വലിയ ഒരു ശ്രമമാണ് നടത്തുന്നത്. ദ ഡാഷ് പ്ലേഡ് വിത്ത് ദ ഓൾഡ് മാൻ. ആരാണ് അവിടെ ഓൾഡ് മാൻ്റെ ഒപ്പം കളിച്ചത്? ആ ഒരു ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഹാപ്പി ചൈൽഡ് ആണ് കേട്ടോ. ദ ഡാഷ് ഫ്ലോക്ക് ടു പെലായോസ് ഹൗസ്. പെലായോന്റെ ഹൗസിലേക്ക് ആരാണ് ഇങ്ങനെ കുത്തിത്തിരികെ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ക്രൗഡ് പോലെ വന്നത്? എന്തൂസിയാസ്റ്റിക് ക്രൗഡാണ്. ഓക്കെ, ഫ്ലോക്ട് എന്ന് പറഞ്ഞാൽ കൂട്ടമായിട്ട് വരിക, ആ ഒരു ഗ്രൂപ്പിനെ പറയുന്നത്. എന്തൂസിയാസ്റ്റിക് എന്ന് വെച്ചാൽ ഉത്സാഹത്തോടു കൂടി ഇടിച്ചു കയറി വന്ന ഒരു ക്രൗഡ്, ജനങ്ങളുടെ കൂട്ടം. പീപ്പിൾ കെയിം ടു സീ ദ ഓൾഡ് മാൻ വിത്ത് ഡാഷ്. ഓൾഡ് മാൻ എന്തുണ്ടായിരുന്നു? എനോർമസ് വിങ്സ്. അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി, ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് ഷോ ദ ക്വാളിറ്റി ഓഫ് എ പേഴ്സൺ, തിങ് ഓർ എക്സ്പീരിയൻസ്. ഒരു പേഴ്സന്റെ ക്വാളിറ്റീനെ കുറിച്ച് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, അഡ്ജക്റ്റീവ് എന്താന്ന് പഠിച്ചു, അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, നമ്മളൊരു ട്രിപ്പ് പോയി എന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഒരു അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി ഒക്കെ വെച്ച് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. Our class picnic to Mysore was a truly splendid and unforgettable experience. സ്പ്ലൻഡിഡ് എന്ന് പറഞ്ഞാൽ ഗംഭീരമായ ഒരു, മറക്കാനാവാത്ത, അൺഫോർഗറ്റബിൾ എന്ന് വെച്ചാൽ മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു. The journey was filled with vibrant anticipation and we were thrilled to visit the beautiful Brindavan gardens. ആ യാത്രയിൽ മുഴുവൻ വൈബ്രന്റ് ആന്റിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഉത്സാഹമായ അല്ലെങ്കിൽ ഊർജ്ജസ്വലമായിട്ടുള്ള ആന്റിസിപ്പേഷൻ എന്ന് വെച്ചാൽ എന്താണ്? കാത്തിരിപ്പാണ്. ഞങ്ങൾ ഒരുപാട് ത്രിൽഡ് ആയിരുന്നു ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബൃന്ദാവൻ ഗാർഡൻ കാണാനായിട്ട്. ദ ഗാർഡൻസ് were incredibly picturesque with lush green lawns and colorful flower beds that burst with bright hues.
ഇവിടെ എന്താ പറയുന്നത്, പച്ചപ്പ് നിറഞ്ഞ പുൽത്തകിടുകളുണ്ട്, അതുപോലെ തിളക്കമുള്ള നിറങ്ങളാൽ നിറഞ്ഞ വർണ്ണാഭമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള പുഷ്പത്തിന്റെ, ഇപ്പൊ ഇവിടെ നമ്മൾ ബെഡ്, ഫ്ലവർ ബെഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു ബെഡ് വിരിച്ച് കിടക്കുന്ന പോലെ എല്ലാ പൂക്കളും ഇങ്ങനെ എന്ത് ചെയ്യാണ്, അവിടെ ഒരു ബെഡ് പോലെ കിടക്ക പോലെ ഇങ്ങനെ വിരിഞ്ഞു കിടക്കുകയാണ്. അതെല്ലാം നമുക്ക് ഭയങ്കര വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അത് മാത്രമല്ല ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു പൂന്തോട്ടമാണ് അവിടെ കാണുന്നത് കേട്ടോ. ബ്രൈറ്റ് ഹ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, പല വിധത്തിലുള്ള വൈവിധ്യമാർന്നിട്ടുള്ള കളറുകളൊക്കെ ചേർന്നതാണത്. വി ലൗഡ് എക്സ്പ്ലോറിംഗ് ദ ഡൈവേഴ്സ് സെക്ഷൻ, ഈച്ച് ഓഫറിംഗ് എ യുണിക് ചാം. അവിടെ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളും പല രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം എന്താ, ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ആ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണീയത്വം അതിലുണ്ടായിരുന്നു. ദ ഹൈലൈറ്റ് വാസ് ഡെഫിനറ്റ്ലി ദ മാജിക്കൽ മ്യൂസിക്കൽ ഫൗണ്ടൈൻ ഷോ. അവിടെ ഏറ്റവും കൂടുതൽ അവിടെ ഒരു മാന്ത്രികമായിട്ട് തോന്നിയത് അല്ലെങ്കിൽ ഭയങ്കര മാജിക് ആയിട്ട് തോന്നിയത് എന്താണ്, അവിടെ ഒരു മ്യൂസിക്കൽ ഫൗണ്ടേഷൻ ഷോ ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അട്രാക്ട് ചെയ്ത്. ഈ പൂക്കളും ഗാർഡൻസിന്റെ അവിടെ ആ ഒരു മ്യൂസിക്കിന്റെ ഷോയും കൂടി വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടി ആ കാഴ്ചയെ മനോഹരമാക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ട്രിപ്പിന്റെ കാര്യം എഴുതാം. ഇപ്പൊ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അഡ്ജക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മാജിക്കൽ, അതുപോലെ യുണീക്ക്, വി ലൗഡ്, കളർഫുൾ, പിക്ചറസ്ക്, അങ്ങനെ പറയുന്ന ഗ്രീൻ ലോൺസ്, അതുപോലെ എന്താ ത്രിൽഡ് ആണ്, അൺഫോർഗറ്റബിൾ, ഇതൊക്കെ എന്താണ്, അഡ്ജക്റ്റീവ് ആണ്. ഓരോ കാര്യത്തിനും വിശദീകരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന വാക്കുകൾ. The weather was unusually calm. The hike offered tremendously breathtaking view of the hill and the valley. To form most adverb of manner in English, we add ly to the adjective. Adverb എപ്പോഴും യൂസ് ചെയ്യണം എന്തിനാ? The use of adverb helps to add detail and precision to language. തന്നിരിക്കുന്ന നമ്മുടെ ആ ഒരു ഭാഷയ്ക്ക് വളരെ കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യാനും കൂടുതൽ അതിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ ഡീറ്റെയിൽസ് തരാനുമാണ് adverb ഹെൽപ്പ് ചെയ്യുക. അപ്പം നമ്മൾ അഡ്ജക്റ്റീവിന്റെ ഒപ്പം ly ആഡ് ചെയ്യുമ്പോൾ അതൊരു adverb ആയിട്ട് മാറാണ്. അവിടെ അഡ്ജക്റ്റീവ് തന്നിട്ടുണ്ട് എനോർമസ്, adverb ആക്കുമ്പോൾ എനോർമസ്ലി, അൺയൂഷ്വൽ അൺയൂഷ്വലി, ട്രമൻഡസ് ട്രമൻഡസ്ലി. അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് താഴെയുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതിലൊന്നുമില്ല, ഹി കുഡ് സ്കേഴ്സ്, സ്കേഴ്സ്ലി, സ്കേഴ്സ്ലി ആണ് വരിക. അത് കഴിഞ്ഞിട്ട് താഴെ ജെന്റിൽ, ജെന്റിലി. അത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ly ആഡ് ചെയ്യുക നമ്മൾ adverbന്റെ, അതാണ് അവിടെ പറയുന്നത്. അത് ഞാൻ കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. പിന്നെ എല്ലാം നമ്മൾ സ്പൂൺ ഫീഡിംഗ് ആയിട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും വായിക്കാനും ഉണ്ടാവില്ല, എഴുതാനും ഉണ്ടാവില്ല. സോ അതൊന്ന് വായിച്ച് നോക്കി എഴുതുക കേട്ടോ. നെക്സ്റ്റ് വൺ ഇതുപോലെ തന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു വേർഡ്സ് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും, ആഡ്വേർബ് തന്നെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അവിടെ ക്വിക്ക്, നെർവസ് അങ്ങനെ തന്നിട്ടുള്ളൂ. നമ്മൾ അവിടെ എന്ത് വേണം, ly ചേർത്തിട്ടുള്ള കാര്യങ്ങൾ എഴുതണം. ചില സിറ്റുവേഷനിൽ ly ചേർക്കേണ്ട ആവശ്യം വരില്ല. നോക്കാം. ജോൺ വാസ് എ ക്വിക്ക് ലേണർ ആൻഡ് ഹി ക്വിക്ക്ലി ഗ്രാസ്പ്ഡ് ദ കോംപ്ലക്സ് കോൺസെപ്റ്റ്. ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് ബുദ്ധിമുട്ടായിട്ടുള്ള കോൺസെപ്റ്റ് ഒക്കെ പെട്ടെന്ന് അവൻ ക്യാച്ച് ചെയ്തെടുക്കും. അതായത് ഗ്രാസ്പ് ചെയ്യാന്ന് പറഞ്ഞു. ക്വിക്ക്ലി, അപ്പൊ ly ആഡ് ചെയ്തു. The chef dash prepared the delicate dish using dash measurements. അപ്പോൾ the chef dash prepared the delicate dish, അത്രയും രുചിയുള്ള ആ ഒരു ആഹാരം അദ്ദേഹം ഉണ്ടാക്കി. എങ്ങനെയാണ് ഉണ്ടാക്കുക, കെയർഫുള്ളി ആണ് ഉണ്ടാക്കുക. അപ്പൊ കെയർഫുൾ അവിടെ കൊടുത്തിട്ടുണ്ട്, കെയർഫുള്ളി എന്ന് നമ്മൾ എഴുതി. യൂസിങ് പെർഫെക്റ്റ്ലി മെഷർമെന്റ് എന്ന് നമ്മൾ പറയില്ല. എന്തുകൊണ്ടാ, മെഷർമെന്റ്സ് എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്. ആ നൗണിനെ വിശദീകരിക്കാൻ നമ്മൾ പെർഫെക്റ്റ് അഡ്ജക്റ്റീവ് ആണ് യൂസ് ചെയ്യുക. അവിടെ നമുക്ക് ഒരു ആക്ഷൻ ആണ് തന്നിട്ടുള്ളതെന്ന് വിചാരിക്കുക. ആ ആക്ഷനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് നമ്മൾ ആഡ്വേർബ് യൂസ് ചെയ്യുക. അപ്പൊ പെർഫെക്റ്റ്ലി ആവും. ക്ലിയർ ആയല്ലോ. മെഷർമെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എന്താണ്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു നൗൺ ആണ്. ഓക്കെ, അതുകൊണ്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പെർഫെക്റ്റ് യൂസ് ചെയ്തു. അതല്ല, അവിടെ ഒരു ആക്ഷനോ അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവോ ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് ly ചേർത്തിട്ടുള്ളത്, ly ചേർക്കുന്നതിന് എന്താ പറയാ, ആഡ്വേർബ് യൂസ് ചെയ്യാൻ പറ്റും. ദ പെർഫെക്റ്റ് സമ്മർ ഡേ, സമ്മർ ഡേ എന്ന് പറയുന്നത് എന്താണ്, അവിടെ അതൊരു നൗൺ ആണ്. ഓക്കെ, അതവിടെ ഒരു ആക്ഷൻ ആണോ, അല്ല. അതവിടെ ഒരു അഡ്ജക്റ്റീവ് ആണോ, അല്ല. അപ്പൊ അവിടെ നമ്മൾ ദ പെർഫെക്റ്റ് സമ്മർ ഡേ എൻഡഡ് വിത്ത് എ സ്റ്റണ്ണിങ് സൺസെറ്റ്. അവിടെ ശ്രദ്ധിച്ചേ, സൺസെറ്റ് അതൊരു ആക്ഷൻ അല്ലേ. അവിടെ സൂര്യൻ നമ്മൾ എന്ത് ചെയ്യണം, അസ്തമിക്കുകയാണ്, അതൊരു ആക്ഷൻ ആണ്. അതിന്റെ അടുത്ത് സ്റ്റണ്ണിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊരു അഡ്ജക്റ്റീവ് ആണ്. ആ സൺസെറ്റിനെ വിശദീകരിക്കാൻ വേണ്ടി യൂസ് ചെയ്തതാണ് സ്റ്റണ്ണിങ് എന്നുള്ള വാക്ക്. സ്റ്റണ്ണിങ്ങിന്റെ മീനിങ് എന്താ, അതിശയിപ്പിക്കുന്ന എന്നുള്ള അർത്ഥമാണ്. അപ്പൊ അവിടെ ഒരു അഡ്ജക്റ്റീവ് വന്നിട്ടുണ്ട്, ഒരു ആക്ഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അതിന് മുൻപായിട്ട് നമ്മൾ ആഡ്വേർബ് ആഡ് ചെയ്യുന്നു. പെർഫെക്റ്റ്ലി ly ആഡ് ചെയ്യുമ്പോൾ ആഡ്വേർബ് ആയിട്ട് മാറി. മേരി ഈസ് എ ഡാഷ് പേഴ്സൺ. പേഴ്സൺ എന്ന് പറയുന്നത് എന്താ, അവിടെ മേരി എന്ന് പറയുന്നത് എന്താ, നൗൺ ആണ്. നൗൺ എന്ന് പറഞ്ഞാൽ എന്താ, നെയിം ഓഫ് എ പ്ലേസ്, തിങ് ഓർ പേഴ്സൺ എന്ന് നമുക്കറിയാം. അപ്പൊ അവിടെ ഹാപ്പി വന്നു. മേരി ഈസ് എ ഹാപ്പി പേഴ്സൺ ഹു ലവ് ഡാഷ് വെൻ സ്പെൻഡിങ് ടൈം വിത്ത് ഫ്രണ്ട്സ്. ഫ്രണ്ട്സിന്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുക, ചിലവഴിക്കുക, ഒരു ആക്ഷൻ ആണല്ലോ. അതിന്റെ ഒപ്പം എന്ത് വന്നു, അവിടെ ഹാപ്പിലി ആഡ്വേർബ് വന്നു. അപ്പൊ അവിടെ ly ആഡ് ചെയ്തു.
അടുത്തത് ദ നെർവസ് ഹോസ്റ്റ് ഗ്രീറ്റഡ് ഹേർ. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഹോസ്റ്റ് ഒരു നൗണിന്റെ കാര്യമാണ് പറയണത്, നൗൺ. അപ്പൊ അവിടെ ഹോസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ആള് ഭയങ്കര നെർവസ് ആയിരുന്നു. അവിടെ നമ്മൾ നെർവസ്ലി വെക്കേണ്ട ആവശ്യമില്ല, കാരണം അത് അഡ്വേർബ് ആണ്. നമുക്കിവിടെ അഡ്ജക്റ്റീവ് വെച്ചാൽ മതി. നെർവസ് ഒന്ന് വ്യാകുലതപ്പെട്ടു, അല്ലെങ്കിൽ എന്തോ ടെൻഷൻ അടിച്ചു. ഹെർ ഗസ്റ്റ് ഡാഷ് ഹോപ്പിംഗ് എവറിത്തിങ് വുഡ് ഗോ സ്മൂത്ത്ലി. അങ്ങനെ അവിടെ അവളുടെ ഗസ്റ്റ് ഒക്കെ എന്ത് ചെയ്തു? ഹോപ്പിംഗ് എവറിത്തിങ് വുഡ് ഗോ സ്മൂത്ത്ലി, എല്ലാ കാര്യങ്ങളും ഗോ വന്നിട്ടുണ്ട്. ഗോ എന്താണ്? ഒരു ആക്ഷൻ ആണല്ലോ. അപ്പോ ആ ആക്ഷൻ ഉണ്ട് അവിടെ. അതിനു മുമ്പ് ഹോപ്പിംഗ് എവറിത്തിങ് ഗുഡ് ഗോ സ്മൂത്ത്ലി, സ്മൂത്ത് ആയിട്ട് പോണം. ഓക്കെ, അവിടെ അഡ്ജക്റ്റീവ് വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ നെർവസ്ലി ആഡ്വേർബ് ആഡ് ചെയ്യുന്നു, എൽ വൈ ആഡ് ചെയ്തിട്ട്. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ ലൈൻ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം എൽ വൈ എവിടെ ആഡ് ചെയ്യണം, എൽ വൈ എവിടെ ആഡ് ചെയ്യണ്ട എന്നുള്ളത് മനസ്സിലാക്കണം. നെക്സ്റ്റ് വൺ, നമുക്ക് ഇതാ അവിടെ ഒരുപാട് സൈൻ തന്നിട്ടുണ്ട്. നമുക്കറിയാം ലെഫ്റ്റിലേക്ക് പോ, റൈറ്റിലേക്ക് പോ, അങ്ങനെ കുറെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ബോർഡുകൾ നിങ്ങൾ തന്നിട്ടുണ്ടാവും. അപ്പൊ ട്രാവലറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുക. അപ്പൊ അവിടെ നമുക്ക് ഒരു അൺസ്ക്രാമ്പിൾ ദ ജംബിൾ ആൻഡ് ഫൈൻഡ് ദ വേർഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തലതിരിഞ്ഞിട്ട് എടുക്കുന്നത് നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതണം. അതിന്റെ അർത്ഥം എന്താണ്? അവിടെ സൈൻ പോസ്റ്റേഴ്സ് എന്നാണ് അവിടുത്തെ അർത്ഥം വരുന്നത്. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതി. അങ്ങോട്ടും ഇങ്ങോട്ടും ലെറ്റേഴ്സ് തലതിരിച്ചിട്ടായിരുന്നു നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതി. ഹൗ ഡസ് ഇറ്റ് ഹെൽപ്പ് us? അത് നമ്മളെ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു ചോദിച്ചിരിക്കുന്നത്. അവിടെ ഒരു കാര്യം തന്നിട്ടുണ്ട്. ഇറ്റ് ഹെൽപ്പ് us ഫൈൻഡ് അവർ വേ വെൻ വി ആർ ലോസ്റ്റ്. നമുക്ക് എവിടെയെങ്കിലും വഴി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വഴി മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഇറ്റ് ഷോസ് ദ ഡയറക്ഷൻ വി നീഡ് ടു ടേക്ക്. ഏത് ഡയറക്ഷനിലാണ് നമ്മൾ പോകേണ്ടത് എന്നുള്ളത് സഹായിക്കുന്നു. ഇനി അതിന്റെ ഒരു ആൻസർ ആയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? യെസ്, ഐ ഹാവ് സീൻ സച്ച് സൈൻസ് ഓൺ ദ റോഡ്. ഞാനും ഇതുപോലെയുള്ള സൈൻസ് ഒക്കെ റോഡിൽ കണ്ടിട്ടുണ്ട്. ദീസ് സൈൻസ് പ്രൊവൈഡ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റിംഗ് ഡിഫറെന്റ് റൂട്ട് ആൻഡ് ഡെസ്റ്റിനേഷൻ. നമുക്ക് പോകേണ്ട സ്ഥലങ്ങൾ, ഇപ്പോൾ മലപ്പുറം ഇത്ര കിലോമീറ്റർ, തൃശ്ശൂർ ഇത്ര കിലോമീറ്റർ, അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് മാത്രമല്ല ആ റൂട്ടുകളും വളരെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. ദേ ഹെൽപ്പ് ട്രാവലേഴ്സ് നാവിഗേറ്റ് ആൻഡ് ഫൈൻഡ് ദെയർ വേ. ഓരോ ട്രാവലേഴ്സിനും, ഓരോ യാത്രക്കാരനും അവർക്ക് പോകേണ്ട സ്ഥലങ്ങളിൽ കണ്ടെത്താനും അതുപോലെ ആ സ്ഥലങ്ങളിലേക്ക് പോകാനും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദീസ് സൈൻസ് ആർ കോൾഡ് ഡയറക്ഷണൽ സൈൻ ഓർ സൈൻ പോസ്റ്റ്. ഇതിനെ പറയുന്നതാണ് സൈൻ പോസ്റ്റ് അല്ലെങ്കിൽ ഡയറക്ഷണൽ സൈൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് 2 പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഈ ഒരു സൈൻ പോസ്റ്റിംഗ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ലിങ്കേഴ്സ് അതൊക്കെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മാർക്ക് ആന്റണി ബിഗിൻസ് ഹിസ് യൂളജി. യൂളജി എന്ന് വെച്ചാൽ എന്താണ്? പ്രശംസ. ക്ലവർലി സ്റ്റേറ്റിംഗ് ദാറ്റ് ഹി ഹാസ് നോ ഇന്റൻഷൻ ഓഫ് പ്രൈസിങ് സീസർ. സീസറിനെ പ്രശംസിക്കാൻ അല്ലെങ്കിൽ വാഴ്ത്തപ്പെടുത്താൻ എനിക്കൊരു ഉദ്ദേശമില്ല എന്ന് പറഞ്ഞിട്ടാണ് ആള് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹി ഹൈലൈറ്റ് സീസേഴ്സ് ജനോസിറ്റി ആൻഡ് കൈൻഡ്നെസ് ടു ദ പീപ്പിൾ ഓഫ് റോം. റോമിലെ സീസറിന്റെ ആ ഒരു ആളെ എത്രത്തോളം ജെന്യൂൻ ആണ് എന്നുള്ള കാര്യം, അതുപോലെ എത്രത്തോളം കൈൻഡ് ആണ് എന്നുള്ള കാര്യം ആൾക്കാരിലേക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. His style turns the table on the conspirators, questioning their motives and loyalty. അങ്ങനെ ആ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരുടെയും ആ സഹായികളുടെയും ഒക്കെ അവരുടെ മോട്ടീവ്സ്, അവരുടെ ഉദ്ദേശം എന്താണ്, അവർ ലോയൽ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യനിങ് ആയിട്ട് ആൾക്കാരോട് ചോദിച്ചുകൊണ്ടിരിക്കുക. The crowd's emotion quickly shift from calm to anger and outrage. ആന്റണി പ്ലെയിൻലി എക്സ്പോസ് ദ കോൺസ്പിറേറ്റ്. ട്രെച്ചറി എന്ന് വെച്ചാൽ വഞ്ചന എന്നാണ് അർത്ഥം. അപ്പോൾ അവർ ചെയ്ത കാര്യങ്ങൾ, അവരുടെ ചെയ്ത സഹായികളൊക്കെ ചെയ്തിട്ടുള്ള വഞ്ചനകളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ആൾക്കാരുടെ ആ ഒരു ഇമോഷൻസ് എന്ത് വരികയാണ്? ആ ഒരു ദേഷ്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ സീസറിനോടുള്ള ആ ഒരു ദേഷ്യത്തിൽ നിന്ന് പിന്നെ അവർക്കൊരു വേദനയിലേക്ക് വരികയാണ്. കാരണം അവർ ചെയ്ത് തെറ്റാണോ എന്നുള്ള ചിന്തകളിലൊക്കെ. The crowd become furious, demanding justice. Antony's masterful oration succeed in experting stirring the romance to avenge the murder. അപ്പോൾ അങ്ങനെ അവർക്ക് അതിന്റെ ജസ്റ്റിസ് എന്താണെന്നുള്ളത് അറിയണം, ന്യായം എന്താണെന്നുള്ളത് അറിയണം എന്നുള്ള രീതിയിലായി. അങ്ങനെ അവർ റിവെഞ്ച് എടുക്കാൻ അവിടെ തീരുമാനിക്കണം കേട്ടോ. ഇപ്പൊ നമ്മൾ ഈ വായിച്ച പാരഗ്രാഫിൽ ആക്ച്വലി ലിങ്കേഴ്സ് ആഡ് ചെയ്തിട്ടില്ല. ലിങ്കേഴ്സ് ആഡ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. നോക്കിയേ. മാർക്ക് ആന്റണി ബിഗിൻസ് ഹിസ് യൂളോജി ക്ലവർലി സ്റ്റേറ്റിംഗ് ദാറ്റ്. അപ്പൊ നോക്കിയേ, ക്ലെവർലി സ്റ്റേറ്റിംഗ് ദാറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി അവിടെ എന്താണ്? അവിടെ അതൊരു ലിങ്കേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. ഇനി ദാറ്റ് ഹി ഹാസ് നോ ഇന്റൻഷൻ ഓഫ് പ്രൈസിങ് സീസർ, ദെൻ ഹി ഹൈലൈറ്റ്. അതിനുശേഷം എന്താ ഉണ്ടായത്? അപ്പൊ അവിടെ എന്ത് വന്നു? ഒരു ലിങ്ക് വന്നില്ലേ? അപ്പൊ ദെൻ എന്ന് പറയുന്നത് അവിടെ എന്താണ്? ദെൻ എന്ന് പറയുന്നത് അവിടെ ഒരു ലിങ്കർ ആണ്, അല്ലെങ്കിൽ സൈൻ പോസ്റ്റിംഗ് എക്സ്പ്രഷൻ ആണ്. ദെൻ ഹി ഹൈലൈറ്റ്, അത് കഴിഞ്ഞിട്ട് ആൾ ഇങ്ങനെ ചെയ്തു, ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ഉണ്ടായത്, അങ്ങനെ പറയുന്നതാണ് ലിങ്കേഴ്സ്. Then he highlights Caesar's generosity and kindness to the people of Rome. നെക്സ്റ്റ് കണ്ടോ, നെക്സ്റ്റ് എന്നുള്ള വാക്ക് അവിടെ ലിങ്കേഴ്സ് ആയിട്ട് വന്നു. നെക്സ്റ്റ് ഇതൊന്നും ആദ്യത്തെ പാരഗ്രാഫിൽ ഇല്ല കേട്ടോ, രണ്ടാമത്തെ പാരഗ്രാഫിലാണ് ലിങ്കേഴ്സ് ആഡ് ചെയ്തുകൊണ്ട് എഴുതുന്നത്. നെക്സ്റ്റ് ഹി slyly turns the tables on the conspirators, questioning their motives and loyalty. Meanwhile, കണ്ടോ, meanwhile എന്ന് വെച്ചാൽ അതിനിടയിൽ the crowd emotion quickly shift from calm to anger and outrage. Following this,
അപ്പോൾ ഇതിനെ തുടർന്ന് അതാണ് ഫോളോയിങ് ദിസ്. അപ്പോൾ അവിടെ ഒരു ലിങ്കേജ് വന്നു, ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ഉണ്ടായത്, അപ്പോൾ ഇങ്ങനെ ഉണ്ടായി, അങ്ങനെയുള്ള ലിങ്കേജ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണ് അത് കഴിഞ്ഞ് ഇത് കോൺസിക്വൻ്റ്ലി വരുന്നുണ്ട് കേട്ടോ. കോൺസിക്വൻ്റ്ലി ദ ക്രൗഡ് ബിക്കം ഫ്യൂരിയസ്. കോൺസിക്വൻ്റ്ലി എന്ന് വെച്ചാൽ എന്താണ്, തൽഫലമായി അല്ലെങ്കിൽ അതിന് ഫലമായിട്ട് ആ ക്രൗഡ് ഇങ്ങനെ ചെയ്തു, ഇതൊക്കെ ഉണ്ടായി. എല്ലാം കഴിഞ്ഞ് ഫൈനലി എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് അവസാനം ഇതാണ് ഉണ്ടായെന്ന് കാണിക്കാൻ വേണ്ടി ഫൈനലി യൂസ് ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് ലിങ്കേഴ്സ് അല്ലെങ്കിൽ സൈൻ പോസ്റ്റിംഗ് എക്സ്പ്രഷൻ. Now compare the flow of ideas in passage A and passage B. How does the use of linkers in passage B improve the coherence and flow of information? പാസേജ് എയും ബി ഒക്കെ വായിച്ചുല്ലോ, എങ്ങനെയാണ് അവിടുത്തെ ലിങ്കേഴ്സ് ഇംപ്രൂവ് ചെയ്തിരിക്കുന്നത്. പാസേജ് ബി യൂസസ് ലിങ്കേഴ്സ് വിച്ച് ഷോ ദ സീക്വൻസ് ഓഫ് ഇവന്റ് ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഐഡിയാസ്. അവിടെ തന്നിരിക്കുന്നത് ഒരെണ്ണം കഴിഞ്ഞ് അടുത്തത്, നമ്മളിപ്പോൾ നെക്സ്റ്റ്, ഫൈനലി അങ്ങനെയുള്ള വാക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ അങ്ങനെയുള്ള വാക്കുകൾ കൊടുക്കുമ്പോൾ അതിൻ്റെ സീക്വൻസ്, അതിൻ്റെ ഓർഡർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സഹായിച്ചു. അതുമാത്രമല്ല അവിടെ വരുന്ന ഐഡിയാസ് എന്താണ്, റിലേഷൻഷിപ്പ് എന്താണെന്നൊക്കെ അറിയാൻ പറ്റി ഈ ലിങ്കേഴ്സ് യൂസ് ചെയ്യുമ്പോൾ. ദിസ് മേക്ക് ദ ഇൻഫോർമേഷൻ ഫ്ലോ സ്മൂത്ത്ലി, ഗ്രേറ്റ്ലി ഇംപ്രൂവിങ് ഓവറോൾ കൊഹിറൻസ്. അതിൻ്റെ ആ ഒരു കൊഹിറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തത, വളരെ നല്ല രീതിയിലുള്ള വ്യക്തത തരാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ലിങ്കേഴ്സും ഫംഗ്ഷൻസും തന്നിട്ടുണ്ട്, അതൊന്ന് മാച്ച് ചെയ്യിപ്പിക്കുക. ഫസ്റ്റ് വൺ ദെൻ യൂസ് ചെയ്യുന്നത് സീക്വൻസ്, ഓർഡർ. ഇത് കഴിഞ്ഞ് ഇത് സംഭവിച്ചു, ദെൻ ദേ കം ഹിയർ അല്ലെങ്കിൽ ദെൻ ദേ മർഡർ സീസർ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, സീക്വൻസ്, അവിടുത്തെ ഒരു ഓർഡർ ആണ് നമുക്ക് അറിയുന്നത്. ഒന്ന് കഴിഞ്ഞാൽ മറ്റേത്. നെക്സ്റ്റ്, അതും എന്താണ്, ഒരു സീക്വൻസ് ആണ് കാണിക്കുന്നത്. അടുത്തത് മീൻ വൈൽ എന്ന് വെച്ചാൽ എന്താ, സൈമൾട്ടേനിയസ് ഇവന്റ് ആണ് കാണിക്കുന്നത്, ഒരേ സമയത്ത് ഉണ്ടാവുന്ന ഇവന്റ്. അതേ സമയത്ത് ഇതുണ്ടായി എന്ന് പറയുമ്പോൾ സൈമൾട്ടേനിയസ് ആയിട്ട് ഒരേ സമയത്ത് ഉണ്ടാവുന്ന കാര്യങ്ങൾ പറയാം. ഫോളോയിങ്, ഇതിനെ തുടർന്ന് എന്നാണ് ഫോളോയിങ്ങിന്റെ ഒരു മീനിങ് വരുന്നത്. അപ്പോൾ ഫോളോയിങ് എന്താണ്, തുടർന്ന് വരുമ്പോൾ അതൊരു സീക്വൻസിനെയാണ് കാണിക്കുന്നത്. അടുത്തത് കോൺസിക്വൻ്റ്ലി വെച്ച് കഴിഞ്ഞാൽ തത്സമയമായിട്ട് എന്നൊക്കെ നമുക്ക് പറയാം. കോൺസിക്വൻസ്, സീക്വൻസ്, റിസൾട്ട്, അതിന് ഫലമായി ഇതുണ്ടായി എന്നൊക്കെ നമ്മൾ പറയുന്നത് തൽഫലമായിട്ട്. ഫൈനലി, ഏറ്റവും അവസാനം, ഇൻഡിക്കേറ്റ് ദ കൺക്ലൂഷന് പറയാനാണ് ഫൈനലി യൂസ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ ഇതുപോലുള്ള ലിങ്കേഴ്സ് യൂസ് ചെയ്തിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പലായോ ഡ്രാഗ്ഡ് ദ ഓൾഡ് മാൻ അവേ ഫ്രം ദ മഡ് ആൻഡ് ഡാഷ് ലോക്ക്ഡ് ഹിം അപ്പ് ഇൻ ദ ചിക്കൻ കൂപ്പ്. അവിടുന്ന് പലായോനെ വലിച്ചിട്ട് ആ കോഴിക്കൂട്ടിൽ കൊണ്ടുപോയിട്ട് ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ആൾസോ എന്നാണോ പറയുക, ആൻഡ് ആൾസോ ലോക്ക്ഡ് ഹിം എന്നാണ് പറയുക, അല്ല. ആൾസോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ സമയത്ത് നടക്കുന്ന ഒരു കാര്യം. സൂൺ എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ലോക്ക് ചെയ്തു എന്നാണോ, അല്ല. ദെൻ, അത് കഴിഞ്ഞ് ആളെ ആദ്യം വലിച്ചു കൊടുന്നിട്ട് പിന്നെയാണ് ലോക്ക് ചെയ്യണത്. അപ്പോൾ ദെൻ ലോക്ക്ഡ് ഹിം വരും. എലിസൻഡർ വാസ് ബർഡൻഡ് വിത്ത് വർക്ക് ഡാഷ് ദ അറൈവൽ ഓഫ് ദ ക്രൗഡ് ടു സീ ദ വെരി ഓൾഡ് മാൻ. എലിസൻഡർ വാസ് ബർഡൻഡ് വിത്ത് വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്, അത് ഒരുപാട് വർക്കുകൾ ഉണ്ടായിരുന്നു. ഡാഷ് ദ അറൈവൽ ഓഫ് ദ ക്രൗഡിന്റെ ആ ഒരു അറൈവലിനോട് അനുബന്ധിച്ച്. അപ്പോൾ ഫോളോയിങ് ദ അറൈവൽ ഓഫ് ദ ക്രൗഡ് എന്നാണ് വരിക. ഡാഷ് ദ ഓൾഡ് മാൻ വാസ് ജസ്റ്റ് ആൻ ഇമാജിനറി ഡോട്ട് ഓൺ ദ ഹൊറിസോൺ ഓഫ് ദ സീ. കടലിൽ ഒരു നമുക്ക് കാണാൻ പറ്റാത്ത ഒരു ഇമാജിനറി ഡോട്ട് പോലെയാണ് കിടക്കുന്നത് ഓൾഡ് മാൻ. അപ്പോൾ അത് ഏറ്റവും അവസാനം ഉണ്ടാവുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ എന്താ വരിക, ഫൈനലി ദ ഓൾഡ് മാൻ വാസ് ജസ്റ്റ് ആൻ ഇമാജിനറി ഡോട്ട് ഓൺ ദ ഹൊറിസോൺ ഓഫ് ദ സീ. ഏറ്റവും അവസാനം ഉണ്ടായ കാര്യമാണല്ലോ, അപ്പം നമ്മൾ ഫൈനലി യൂസ് ചെയ്തു. ഇനി ഗ്രൂപ്പായിട്ട് ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു പ്രൊജക്റ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക്. ദ പാസേജ് ഇൻ ദിസ് യൂണിറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് എ നമ്പർ ഓഫ് സോഷ്യൽ ഇഷ്യൂ റെലവൻറ്റ് ടു അവർ വേൾഡ് ടുഡേ. നമ്മുടെ ലോകത്തിൽ ഇന്ന് അത്യാവശ്യമായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസിനെ പറ്റിയിട്ട് നമുക്ക് ഈ ഒരു പാസേജ് പറഞ്ഞു തന്നിട്ടുണ്ട്. ദിസ് ഹാസ് സെൻസിറ്റൈസ്ഡ് us ടു ദ നീഡ് ടു അപ്ഹോൾഡ് സർട്ടൈൻ എസെൻഷ്യൽ വാല്യൂസ് ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട പല വാല്യൂസിനെ കുറിച്ചിട്ടും ഇതിൽ പറയുന്നുണ്ട്. പല ഗുണങ്ങളെ പറ്റിയിട്ടും. ഷാൽ വി മേക്ക് എ ലിസ്റ്റ് ഓഫ് ദ വാല്യൂ വി വുഡ് നീഡ് ടു ഡെവലപ്പ്. നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പല ഗുണങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ ഗുണങ്ങളാണ്? ഒന്ന് ആക്സെപ്റ്റൻസ്, പിന്നെ എംപതി, ഹോണസ്റ്റി. ആക്സെപ്റ്റൻസ് നമ്മൾ ആൾക്കാരെ അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക, സ്വീകരിക്കുക. എംപതി മറ്റുള്ളവർക്ക് നേരെയുള്ള ഒരു കരുണ, ഒരു സഹതാപം എന്നൊക്കെ പറയാം. ഹോണസ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു സത്യമായിട്ട് നമ്മൾ സത്യസന്ധമായി നിൽക്കുക. റെസ്പെക്റ്റ്, ബഹുമാനം. കൈൻഡ്നസ്, കരുണ. ട്രസ്റ്റ്, വിശ്വാസം. ടോളറൻസ്, ഒന്ന് എളിമയോടുകൂടി നിൽക്കുക. കമ്പാഷൻ, അനുകമ്പ. ഫ്രണ്ട്ഷിപ്പ്, സാഹോദര്യം. വൈ ആർ ദ വാല്യൂസ് ഇമ്പോർട്ടൻറ്റ്? ലെറ്റ്സ് ഫോം ഗ്രൂപ്പ് ആൻഡ് ഡിസ്കസ്. എന്തുകൊണ്ടാണ് ഈ ഗുണങ്ങളൊക്കെ ഏറ്റവും അത്യാവശ്യമാണെന്ന് പറയുന്നത്? നിങ്ങളോട് ഗ്രൂപ്പായിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞേട്ടോ. ദീസ് വാല്യൂസ് ആർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദേ ഹെൽപ്പ് us live together with care, റെസ്പെക്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, മേക്കിംഗ് ദ വേൾഡ് കൈൻഡർ ആൻഡ് മോർ പീസ്ഫുൾ. ഈ ലോകം ഒരുപാട് പീസ്ഫുൾ ആയിട്ട് സമാധാനത്തോട് കൂടിയിട്ട്, വേൾഡ് കൈൻഡർ, ലോകം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈൻഡായിട്ട് ആൾക്കാരോട് കരുണ തോന്നിച്ച് ജീവിക്കാനും മനസ്സിലാക്കാനും ബഹുമാനത്തോടു കൂടി കഴിയാനും ആൾക്കാരെ ടേക്ക് കെയർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വാല്യൂസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ഇനി നമുക്കൊരു പിക്ചർ തരുന്നുണ്ട് കേട്ടോ. അതിലെ കഥാപാത്രങ്ങൾ കൈൻഡ്നസ്, അപ്രിസിയേഷൻ, ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങൾ. ഈ വാല്യൂസ്, ഈ ഗുണങ്ങളെ അവിടുത്തെ കഥാപാത്രങ്ങളാക്കാണ്. അപ്പൊ അത് വെച്ച് നമ്മളോട് ഒരു സ്ക്രിപ്റ്റ് ഒക്കെ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. പല ആക്ടിവിറ്റീസും വേറെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ക്ലാസ്സിലെ ടീച്ചേഴ്സ് എന്തായാലും ഇൻഫോം ചെയ്യും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം.
യു മേ സെറ്റപ്പ് സ്റ്റാൾ റെപ്രസെന്റിങ് ഡിഫറെന്റ് വാല്യൂസ് സച്ച് എസ് കൈൻഡ്നസ്, അപ്രിസിയേഷൻ, ഫ്രണ്ട്ഷിപ്പ്. നിങ്ങൾ ഓരോ സ്റ്റാളുകൾ ഉണ്ടാക്കി, ഫ്രണ്ട്ഷിപ്പിന്റെ സ്റ്റാൾ, കൈൻഡ്നസിന്റെ സ്റ്റാൾ, അങ്ങനെയൊക്കെ. ഈച്ച് സ്റ്റാൾ ക്യാൻ പ്രസന്റ് എ ബക്കറ്റ് ഓഫ് ആക്ടിവിറ്റി, ഗെയിംസ് ആൻഡ് ക്യൂസസ് സെന്ററിങ് അറൌണ്ട് ദ വാല്യൂസ് ഇറ്റ് സീംസ് ടു പ്രൊമോട്ട്. ഓരോന്നിനും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അതിൽ ഗെയിംസും ക്യൂസസ് ആക്ടിവിറ്റീസ് ഒക്കെ നടത്താം. നൗ പ്രിപ്പയർ എ സ്ക്രിപ്റ്റ് ഫോർ എ സ്കിറ്റ് ബേസ്ഡ് ഓൺ ദിസ് വാല്യൂസ്. ഈ വാല്യൂസ് ഒക്കെ ബേസ് ചെയ്തിട്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ നിങ്ങളോട്. Let the values such as kindness, gratitude, etc. be the characters in the skit. സ്കിറ്റിലെ ക്യാരക്ടേഴ്സ് ആരാ? കൈൻഡ്നസ്, ഗ്രാറ്റിറ്റ്യൂഡ്, അങ്ങനെയുള്ളത്. പ്രസന്റ് ദ സ്കിറ്റ് ഇൻ എ ക്ലാസ്. ക്ലാസ്സിലെ ആ സ്കിറ്റ് പ്രസന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ സ്കിറ്റ് ഒന്ന് നോക്കിയാലോ. ക്വസ്റ്റ്യനിൽ പ്രത്യേകം ബൊക്കെ ഓഫ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ബൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് ഫ്ലവേഴ്സ് ഒക്കെ ചേർന്നിട്ട് ഒരു ബൊക്കെ ഉണ്ടാവും. അതുപോലെ ഒരുപാട് ഗെയിംസ് ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ തയ്യാറാക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ആണ്. ദ വാല്യൂ സ്പാർക്ക്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അതിന്റെ സ്കിറ്റിന്റെ പേര് ഇടുന്നത് കേട്ടോ. ക്യാരക്ടേഴ്സ്. നരേറ്റർ ആരാണ്? ചിയർഫുൾ, ക്ലിയർ വോയിസിൽ നരേറ്റർ അവിടെ സംസാരിക്കുന്നുണ്ട് ഒരാൾ. കൈൻഡ്നസ്, വാം ആൻഡ് കെയറിങ്. കൈൻഡ്നസ് എങ്ങനെയാണ്? നല്ല കെയറിങ്ങോട് കൂടി, കരുണയാണല്ലോ, നന്നായിട്ട് സ്നേഹത്തോട് കൂടി, കെയറിങ്ങോട് കൂടി വാമായിട്ട് നിൽക്കുക. ഗ്രാറ്റിറ്റ്യൂഡ്, ആള് ഭയങ്കര സന്തോഷത്തിലാണ് നിൽക്കുന്നത്, കാരണം നന്ദി പറയുന്ന ആളല്ലേ. ചിയർഫുൾ ആണ്, താങ്ക്ഫുൾ ആണ്. സെൽഫിഷ്നെസ്, സെൽഫിഷ്നെസ് ആരാ? സ്വാർത്ഥരായിട്ടുള്ള ആൾക്കാർ. സെൽഫ് സെന്റേർഡ് അറ്റ് ഫസ്റ്റ്, ലേറ്റർ തോട്ട്ഫുൾ. ആദ്യം ഇങ്ങനെ ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞ് നിൽക്കും, എല്ലാത്തിൻ്റെ നടുവിൽ ഞാൻ വേണം, അങ്ങനെയുള്ള ഒരു ധിക്കാരം കാര്യങ്ങൾ പിന്നീട് ആലോചിക്കും. സ്റ്റുഡൻറ് ക്യാൻ ബി പ്ലേഡ് ബൈ എനി വൺ ബ്രീഫ്ലി. ആരെങ്കിലും ഒരാൾ സ്റ്റുഡൻ്റ് ആയിട്ട് അവിടെ പ്ലേ ചെയ്യാം. സെറ്റിംഗ് എങ്ങനെ? ഒരു ക്ലാസ് റൂം ആണ്, അല്ലെങ്കിൽ ഒരു ഓപ്പൺ സ്റ്റേജ് ആണ്. പ്രോപ്പർട്ടീസ് എന്താ? ഒരു പെൻസിലാണ് അവിടെ പ്രോപ്പർട്ടി ആയിട്ട് വരുന്നത്. സീൻ ബിഗിൻ ചെയ്തു. നരേറ്റർ സ്റ്റെപ്പ് ഫോർവേഡ്. നരേറ്റർ മുന്നിലേക്ക് വന്നു. നരേറ്റർ പറയാണ്, ഗുഡ് മോർണിംഗ് എവരി വൺ, ടുഡേ യു വിൽ സീ ഹൗ വൺ സ്മോൾ ആക്ട് ക്യാൻ ലൈറ്റ് എ സ്പാർക്ക് ഇൻ സംവൺസ് ഹാർട്ട്. ലെറ്റ്സ് മീറ്റ് അവർ വാല്യൂസ്. ഒരു ചെറിയ മൊമെന്റ് ഒരാളുടെ മനസ്സിൽ ഒരു പ്രത്യേക സ്പാർക്ക് ഉണ്ടാക്കുക എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും ഇവിടെ വന്നിരിക്കുന്ന വാല്യൂസ്, ഗുണങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. കൈൻഡ്നസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക് ഇൻ സ്മൈലിംഗ് ആൻഡ് സെൽഫിഷ്നെസ് ഇൻ ബോർഡ്. അപ്പൊ കൈൻഡ്നസും ഗ്രാറ്റിറ്റ്യൂഡും ചിരിച്ചുകൊണ്ട് വരുന്നു. സെൽഫിഷ്നെസ് ആകെ ബോറടിക്കുന്ന പോലെ ആകെ ബോറായിട്ട് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. കൈൻഡ്നസ് പറയാണ്, ഹീ ദർ ഐ ബിലീവ് ഇൻ ഡൂയിങ് ഗുഡ് ഈവൻ സ്മോൾ തിങ്സ് ക്യാൻ മേക്ക് സംവൺസ് ഡേ. ഞാൻ വിശ്വസിക്കുന്നത് എന്താണ്? നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന, ചെറിയ കാര്യങ്ങൾ വരെ ഒരാളുടെ ദിവസം നല്ലതാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് പറയാണ്, ആൻഡ് ഐ ബിലീവ് ഇൻ സേയിങ് താങ്ക് യു ഇറ്റ് സ്പ്രെഡ് ഹാപ്പിനെസ്. ഞാൻ വിശ്വസിക്കുന്നത് താങ്ക് യു പറയണേല, കാരണം അത് സന്തോഷം എല്ലായിടത്തും പരത്തുന്നുണ്ട്. സെൽഫിഷ്നെസ് പറയാണ്, ഷ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താല്പര്യം ഇല്ലാണ്ട് വന്ന് നേരെ വിപരീതം പറയാം. ഐ ഓൺലി കെയർ അബൌട്ട് മൈസെൽഫ്. ഞാൻ എന്നെ പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, കാരണം അത് സ്വാർത്ഥതയാണല്ലോ. വൈ ബോദർ അബൌട്ട് അതേഴ്സ്. എന്തിനാ ബാക്കിയുള്ള ആൾക്കാരെ കുറിച്ച് ഞാൻ വെറുതെ ആകുലതപ്പെടുന്നത്. എ സ്റ്റുഡൻറ് വോക്ക് അക്രോസ് ആൻഡ് ഡ്രോപ്സ് എ പെൻസിൽ വിത്തൗട്ട് നോട്ടീസിങ് ദേ എക്സിസ്റ്റ്. അപ്പോൾ അതിനിടയിൽ ഒരു കുട്ടി നടന്നു വരുന്നുണ്ട്, ഒരു പെൻസിൽ അവിടെ ആ കുട്ടിയുടെ വീണു പോയി, ആ കുട്ടി നടന്നു പോയി. സെൽഫിഷ്നെസ് സീസ് ദ പെൻസിൽ, ഓ സമ്മൺ ഡ്രോപ്പ് ദ പെൻസിൽ, നോട്ട് മൈ പ്രോബ്ലം, വാക്ക് അവേ. ആ പെൻസിൽ വീണ് കണ്ടു. അപ്പോൾ അവിടെ സെൽഫിഷ്നെസ് പറയണ, ആരുടെയോ പെൻസിൽ പോയിണ്ടല്ലോ, ഇതൊന്നും എന്റെ പ്രശ്നമല്ല, ഞാൻ പോവാ എന്ന് പറഞ്ഞിട്ട് ആള് നടന്നു പോയി. അപ്പൊ കൈൻഡ്നസ് വന്നു. കൈൻഡ്നസ് പറയാണ്, വെയിറ്റ് ദാറ്റ് പെൻസിൽ മസ്റ്റ് ബി ഇമ്പോർട്ടൻറ്റ്, ഐ ഷുഡ് റിട്ടേൺ ഇറ്റ്. അപ്പൊ അവിടെ കൈൻഡ്നസ്, കരുണ വന്നിട്ട് പറഞ്ഞു, ആ ഒരു പെൻസിൽ ആ കുട്ടിക്ക് ഇമ്പോർട്ടന്റ് ആയിരിക്കാം, ഇതെന്തായാലും തിരിച്ചു കൊടുക്കണം. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് പറയാണ്, യെസ് ഹെൽപ്പിംഗ് അതേഴ്സ് ബ്രിങ് സ്മൈൽ, ഗോ കൈൻഡ്നസ്. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് പറയാണ്, ശരിയാണ്, മറ്റുള്ളവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ, സഹായിക്കാന്ന് പറഞ്ഞാൽ അത് അവർക്കൊരു ചിരിയാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു സന്തോഷമാണ് ഉണ്ടാവുക. നീ പൊക്കോ കൈൻഡ്നസ് എന്ന് പറയാ. കൈൻഡ്നസ് പറയാണ്, കൈൻഡ്നസ് അവിടെ ചെയ്യുന്ന പ്രവൃത്തിയാണ്. കൈൻഡ്നസ് പിക്സ് അപ്പ് ദ പെൻസിൽ ആൻഡ് എക്സിറ്റ്. കൈൻഡ്നസ് ആ പെൻസിൽ എടുത്തിട്ട് അവിടെ നിന്ന് പോണു. നരേറ്റർ, കൈൻഡ്നസ് ഡിഡിൻ വെയിറ്റ്, എ സ്മോൾ ആക്ട് വാസ് അബൌട്ട് ടു മേക്ക് എ ബിഗ് ഡിഫറൻസ്. അപ്പൊ അവിടുത്തെ നരേറ്റർ പറയാണ്, കൈൻഡ്നസ് ഒന്നും അവിടെ വെയിറ്റ് ചെയ്തില്ല. ആള് മനസ്സിലാക്കിയത് എന്താ? ചെറിയൊരു കാര്യം മതി ഒരാൾക്ക് വലിയൊരു വ്യത്യാസം ഉണ്ടാക്കാനായിട്ട്, വലിയൊരു സന്തോഷം കൊണ്ടുവരാനായിട്ട്. ദ സ്റ്റുഡൻറ് റഷ് ബാക്ക് ഇൻ വെറിഡ്. അപ്പൊ തന്നെ കാണുന്നത് പിന്നെ ആ കുട്ടി തിരിച്ചു വരുന്നതാ, ആകെ വറീഡ് ആയിട്ട്, ആകെ വിഷമിച്ചിട്ട്, ആകെ ടെൻഷൻ അടിച്ചിട്ടാണ് ആ കുട്ടി വരുന്നത്. തിരക്ക് പിടിച്ച്, റഷ് ബാക്ക് എന്ന് വെച്ചാൽ തിരക്ക് പിടിച്ചിട്ടാണ് കുട്ടി വരുന്നത്. സ്റ്റുഡൻറ്, ഓ നോ മൈ പെൻസിൽ, ഐ നീഡ് ഇറ്റ് ഫോർ ദ ടെസ്റ്റ്. അപ്പോൾ അയ്യോ എൻ്റെ പെൻസിൽ എനിക്ക് ടെസ്റ്റിന് വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് കുട്ടി ഇങ്ങനെ നോക്കുകയാണ്. കൈൻഡ്നസ് റിട്ടേണിങ്. കൈൻഡ്നസ് തിരിച്ചു വന്നിട്ട് പറയാണ്, ഡോണ്ട് വറി ഐ ഫൗണ്ട് ഇറ്റ് ആൻഡ് ലെഫ്റ്റ് ഇറ്റ് ഓൺ യുവർ ഡെസ്ക്. പേടിക്കണ്ട, ഞാനത് കണ്ടെത്തി, ഞാൻ നിങ്ങളുടെ ഡെസ്കിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. സ്റ്റുഡൻറ് റിലീവ്ഡ്. അപ്പോൾ സ്റ്റുഡൻറ്റിന് ആശ്വാസമായി. റിയലി താങ്ക് യു സോ മച്ച്, യു ആർ എ ലൈഫ് സേവർ. എൻ്റെ ജീവിതം തന്നെ രക്ഷിച്ച ഒരാളാണ്, കാരണം ഇന്ന് പരീക്ഷയാണ്, എനിക്ക് ആ പെൻസിൽ അത്യാവശ്യമായിരുന്നു. ദ സ്റ്റുഡൻറ് റഷ് ഓഫ് സ്മൈലിംഗ്. അങ്ങനെ ചിരിച്ചുകൊണ്ട് ആള് അവിടുന്ന് ഓടി പോവാണ്, തിരക്ക് പിടിച്ചിട്ട്, കാരണം എക്സാം ആണല്ലോ. ഗ്രാറ്റിറ്റ്യൂഡ്, സീ സെൽഫിഷ്നെസ്, ദാറ്റ്സ് എ മാജിക് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, വൺ കൈൻഡ് ആക്ട് ആൻഡ് സോ മച്ച് ജോയ്. അപ്പോൾ സെൽഫിഷ്നെസ്സിനോട് പറയാണ്, കണ്ടോ, ആ ഒരു മാജിക് ആണ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ, നന്ദിയുടെ ഗ്രാറ്റിറ്റ്യൂഡ് കണ്ടോ, ആ ഒരു ചെറിയ ആക്ട് മതി നമുക്ക് സന്തോഷം കൊണ്ടുവരാൻ. ആ കുട്ടി ഇപ്പൊ എത്ര സന്തോഷവതിയായി. പിന്നെ ആ കുട്ടി പറഞ്ഞത് കണ്ടോ, താങ്ക് യു, ഗ്രാറ്റിറ്റ്യൂഡ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സെൽഫിഷ്നെസ് അവിടെ സ്വാർത്ഥത പറയാണ്, ചിന്തിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആള് പറയണം, ദേ വർ ഹാപ്പി ആൻഡ് യു ബോത്ത് സീം ഹാപ്പി ടു. അവരെ ഹാപ്പി ആയി, പിന്നെ നിങ്ങൾ രണ്ടാളും ഹാപ്പി ആയിട്ട് കണ്ടു. മേ ബി ഐ വിൽ ട്രൈ ഹെൽപ്പിംഗ് നെക്സ്റ്റ് ടൈം. ശരി, ഞാൻ എന്നാ അടുത്ത വട്ടം നോക്കാം ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണത്.
കൈൻഡ്നെസ് പറയാണ് ഹെൽപ്പിംഗ് അതേഴ്സ് ഓൾവേസ് ഫീൽ ഗുഡ് ഫോർ ദം ആൻഡ് ഫോർ യു. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അവർക്ക് നല്ലതാ വരുള്ളൂ, നിങ്ങൾക്കും അങ്ങനെ തന്നെ. നരേറ്റർ പറയാണ് സോ റിമെമ്പർ വൺ സ്മോൾ ആക്ട് ഓഫ് കൈൻഡ്നെസ് ക്യാൻ സ്പാർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഈവൻ ചേഞ്ച് ഹാർട്ട്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു ആക്ട് ഓഫ് കൈൻഡ്നെസ്, കരുണ മറ്റുള്ളവർക്ക് നേരെ നീട്ടിയാൽ മതി, അത് വലിയൊരു നന്ദിയിലേക്കാണ് നിങ്ങളെ നയിക്കുക. അത് മാത്രമല്ല, അത് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ മനസ്സിനുണ്ടാക്കും. ബി ദ സ്പാർക്ക്. അങ്ങനെ എല്ലാവരുടെ ലൈഫിലും കൊണ്ടുവരുന്ന ഒരു സ്പാർക്ക് ആവുക, വെളിച്ചമാവുക. ഓൾ ക്യാരക്ടേഴ്സ് കം ഫോർവേഡ് ആൻഡ് ബോ. എല്ലാവരും ഒരുമിച്ച് വന്നിട്ട് അവരുടെ തല ഇങ്ങനെ താഴ്ത്താണ്. ഓൾ ടുഗദർ പറയാണ് ലെറ്റ്സ് കീപ് ദ വാല്യൂ സ്പാർക്ക് അലൈവ്. ഈ വാല്യൂവിന്റെ ഈ ഓരോ ഗുണങ്ങളുടെയും തിളക്കം നമുക്ക് എപ്പോഴും, അതിന്റെ മൂല്യം എപ്പോഴും നിലനിർത്താം എന്നാണ് പറയുന്നത്. അതോടുകൂടി അവസാനിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാണ്. ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. അതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റാം. നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിന്റെ ഹെൽപ്പ് വേണമെങ്കിൽ അതും നിങ്ങൾ പറയാം കേട്ടോ. താങ്ക് യു.